മധുവിധു തിയേറ്ററുകളിലെത്തി ഒരാഴ്ച പിന്നിടുന്നു. എന്നോടൊപ്പം തിരക്കഥാകൃത്തുകളായ ജയ് വിഷ്ണു, ബിപിൻ മോഹൻ രണ്ടുപേരും ശരിയാണ്. രണ്ടുപേരും നമസ്കാരം, സ്വാഗതം. നമസ്കാരം. എങ്ങനെയുണ്ട് ആസ് എ ടീം മൊത്തത്തിൽ ഒരു ചർച്ച? ഭയങ്കര സന്തോഷമാണ്. നല്ല രീതിയിൽ റിസീവ് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് ഓഡിയൻസിന്റെ റെസ്പോൺസും. സോഷ്യൽ മീഡിയ ആയാലും നമുക്ക് വരുന്ന ഫോണുകൾ, മെസ്സേജുകൾ, തിയേറ്ററിലെ റെസ്പോൺസ് ഡെഫിനറ്റ്ലി ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഹാപ്പി. ഞങ്ങൾ ബേസിക്കലി അതാണല്ലോ നമുക്ക് അറ്റ് എൻഡ് ഓഫ് ദ ഡേ നോക്കേണ്ടത്. നമ്മളെ വിശ്വസിച്ച് പൈസ മുടക്കിയ ഒരാൾ ഹാപ്പിയാണ്, തിയേറ്ററിൽ വരുന്ന ഓഡിയൻസ് ഹാപ്പിയാണ്, മെജോറിറ്റി ഹാപ്പിയാണ്. നമുക്ക് എപ്പോഴും എല്ലാവരെയും ഹാപ്പി ആക്കാൻ പറ്റില്ല. മെജോറിറ്റി ഹാപ്പിയാണ്, ഫാമിലീസ് ഹാപ്പിയാണ്. നമ്മൾ ആരെയാണോ ടാർഗറ്റ് ചെയ്തത്, ഫാമിലി ഓഡിയൻസ് ചിരിച്ച് സന്തോഷിച്ച് പോകുന്നുണ്ട്. അതിൽ നമ്മളും ഹാപ്പിയാണ്. ഇപ്പം അജിത് വിനായകൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി എനിക്ക് ആദ്യം തന്നെ ക്യൂ ഇട്ട് തന്നെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബിഗ് ബഡ്ജറ്റ്, സ്മോൾ ബഡ്ജറ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു വലിയൊരു ബഡ്ജറ്റ് നമ്മൾ കാണുന്ന വിഷ്വൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ചെയ്ത സിനിമകൾ വെച്ചിട്ട് അത്ര വലിയ ബഡ്ജറ്റ് സിനിമയല്ല, പക്ഷെ തിയേറ്ററിലേക്ക് ആള് കയറുന്നുണ്ട്. ചുമ്മാ ഒരു തിരക്കഥാകൃത്തിന് ഞാൻ ചോദിക്കുകയാണെ, ഈ ചെറിയ ബഡ്ജറ്റ് വെച്ചിട്ട് കുറച്ച് ഹ്യൂമറൊക്കെ ആഡ് ചെയ്ത് നല്ല രീതിയിൽ ആളുകൾ തിയേറ്ററിൽ കയറ്റുന്നതാണ് എളുപ്പപ്പണി, അതോ ഈ വമ്പൻ ബഡ്ജറ്റിൽ ഒരു 50-50 വെച്ച് കളിച്ചിട്ട് എങ്ങനെ നിൽക്കണമെന്നാണ്? അല്ല, ഇത് ആക്ച്വലി ചെറിയ ബഡ്ജറ്റ് വെച്ച് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ 10 ഇരട്ടി പ്രയാസമാണ്. 10 ഇരട്ടി പ്രയാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചെറിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന സ്റ്റാർ കാസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നീഷ്യനുകൾ എല്ലാം ഭയങ്കര വലിയ സെറ്റപ്പ്, ഫസ്റ്റ് ഡേ തിയേറ്റർ നിറയ്ക്കാൻ തക്ക പവറുള്ള പേരുകളാവണമെന്നില്ല. അപ്പൊ നമ്മൾ ചെറിയ ആ ഒരു തിരക്കഥയോ അല്ലെങ്കിൽ ആ ഒരു സംവിധായകനോ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ സിനിമ വരുന്നത്. അപ്പൊ ആ സിനിമ തിയേറ്ററിലെത്തി ഒരു വേർഡ് ഓഫ് മൗത്ത് വന്നു, ഒരു റിവ്യൂസ് വന്നതിന് ശേഷമാണ് അതിലേക്ക് ആളുകൾ വരുന്നത്. സോ ബേസിക്കലി അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസർ ആണെങ്കിലും മനസ്സിലാക്കും ഇതിനൊരു 2 days ടൈം ഉണ്ട്, ഇതിനൊരു 3 days ടൈം ഉണ്ട് ഈ സിനിമ പിക്കപ്പ് ആവാൻ. അപ്പൊ അതിനുശേഷമാണ് ആ സിനിമ മുന്നിലേക്ക് പോകുന്നത്. മറിച്ച് മറ്റേ സംഭവത്തിലാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്, വലിയ സ്റ്റാറിന്റെ സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ രാവിലെ ഷോ കളിക്കാനുള്ള ആൾ അവിടെ ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് ഡേ രാവിലെ ഷോ കളിച്ച് വെച്ചാൽ അത്യാവശ്യം നല്ല ആളുണ്ടാവും. അപ്പൊ അവിടെ സിനിമ നന്നായാൽ മാത്രം മതി, ബാക്കി തന്നെ കയറിപ്പോക്കണം. കാരണം ഞാൻ പറഞ്ഞ ആദ്യത്തെ സെറ്റ് ഓഫ് സിനിമയ്ക്ക് പടം കണ്ട് റിവ്യൂ പറയാൻ തിയേറ്ററിലുള്ളത് 20 പേരാണെങ്കിൽ മറ്റേ സിനിമയ്ക്ക് 200 പേരുണ്ടാവും വലിയ സ്റ്റാർ വരുമ്പോൾ. അപ്പൊ ഒബ്വിയസ്ലി രണ്ടിന്റെ ഈ കളക്ഷൻ വൈസ് നോക്കുവാണെങ്കിൽ എമൗണ്ടിൽ ഈ പറയുന്ന വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ടാണ് വലിയ കോടികൾ പെട്ടെന്ന് വരുന്നത്. ഇപ്പൊ ചില സിനിമകൾ പരാജയപ്പെട്ടു പോയാൽ പോലും അതിന്റെ കളക്ഷൻ വലുതായിരിക്കും. അതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാർ വാല്യൂ വരുമ്പോൾ ഇനീഷ്യൽ ഒരു 3 days ബുക്കിംഗ്, അപ്പൊ ഇപ്പൊ വെള്ളി ശനി ഞാൻ ബുക്കിംഗ് ആദ്യമേ തന്നെ നടക്കുമല്ലോ വലിയ സ്റ്റാർ പടങ്ങൾ. അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ വൈസ് പ്രൊഡ്യൂസർ ഹാപ്പി ആവുന്നത് അങ്ങനെയാണ്. നമ്മളുടെ ഇപ്പൊ നമ്മൾ ചെയ്തേക്കുന്ന ഈ സിനിമ അത്രയും ബഡ്ജറ്റ് ആയിട്ടില്ല. അപ്പൊ അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ വേർഡ് ഓഫ് മൗത്ത് വന്നു, ഇപ്പൊ അതിന്റെ കളക്ഷൻ ടാഗായി. അപ്പൊ ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ്, പ്രൊഡ്യൂസർ ഹാപ്പിയാണ്. സോ രണ്ട് രീതിയിലും സിനിമയുടെ ഒരു ട്രാവൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ ചെയ്താലും ആസ് എ റൈറ്റർ നമ്മൾ 2 രീതിയിലുള്ള പടങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു തരത്തിലെ എക്സ്പീരിയൻസ്, മറ്റേത് വേറെ തരത്തിലെ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ കാണുന്നു. ഇവരിപ്പം ഷൈലോക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഷൈലോക്ക് ഇവിടെ ഹിറ്റാണ്. നമ്മൾ നോക്കുമ്പോഴേക്കും മമ്മൂക്ക അജയ് വാസുദേവ് കോമ്പിനേഷൻ, ഫസ്റ്റ് ഹാഫിനെ പറ്റി ഭയങ്കരമായ സ്മൂത്ത് രീതിയിലേക്ക് നിങ്ങൾ എടുക്കുന്നു, ഭയങ്കര അഭിപ്രായങ്ങൾ കിട്ടുന്നു. ഞാൻ പറയുന്നത് അതിനുശേഷം 6 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു പടം വരുന്നത്. അത് മനഃപൂർവ്വമായിട്ട് എടുത്ത ഡിസിഷൻ ആണോ, അതോ ഗ്യാപ്പ് സംഭവിക്കുന്നതാണോ, അതോ അതുപോലെ ഹിറ്റ് എടുക്കുന്ന തിരക്കഥാകൃത്തിന് എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് എടുക്കുന്നത്? അല്ല, മെയിൻ ആയിട്ട് പ്രശ്നം വന്നത് കൊറോണ ആയിരുന്നു. നമ്മുടെ സിനിമ വന്നു, ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ജോബി ചേട്ടൻ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടിയ സിനിമ അതാണ്. അത്രയും വന്നു, അത് നല്ല രീതിയിൽ വർക്കൗട്ടായി. പക്ഷെ കൃത്യം ആ മാർച്ചിലാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കുള്ളതും ഞങ്ങളുള്ളതുമായിട്ടുള്ള 3 സിനിമകൾ ഞങ്ങൾ കമ്മിറ്റ് ആയിരുന്നു. അതിലൊരെണ്ണം ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഞാനും ചെയ്യുള്ള 2 സിനിമ കമ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഒരു 90% ഷൂട്ടിലോട്ട് പോയിക്കൊണ്ടിരുന്ന സിനിമകളാണ്. അപ്പൊ ഒരു സിനിമ സംഭവിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു സമയമുണ്ട്. മീൻസ് ഇപ്പൊ മധു ഇതുപോലും ഞങ്ങളുടെ ഒരു 2.5 വർഷത്തെ ഒരു പരിശ്രമമാണ്. അപ്പൊ നിങ്ങളൊരു സിനിമ ഒന്ന് കാണുമ്പോൾ അതിന്റെ പിന്നിലോട്ട് ചിന്തിച്ചാ ഞങ്ങളിപ്പോ ഓരോ സീൻ കാണുമ്പോഴും എടാ ഇത് നമ്മൾ ഇങ്ങനെയല്ലേ ചെയ്തേ എന്നുള്ളൊരു ഞങ്ങൾക്കൊരു നൊസ്റ്റാൾജി ഉണ്ടതിൽ. അല്ലെങ്കിൽ ഭയങ്കര ചില സമയത്ത് നമ്മൾ എങ്ങനെയാ ചെയ്തേ, അത് ഓരോ സിനിമയ്ക്കും ഉണ്ട്. അപ്പൊ കാലം കടന്നു പോകുന്ന സിനിമയിൽ മനസ്സിലാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ അതിനു വേണ്ടി തന്നെയാണ് ഡെയിലി നിൽക്കുന്നത്. അപ്പൊ ഓരോ സിനിമ മാറിപ്പോകുന്നത് അറിയുന്നത് ചിലപ്പോ 9 മാസവും 10 മാസവും ഒക്കെ കഴിയുമ്പോഴാണ് ഈ സിനിമ വർക്കൗട്ട് ആവുന്നില്ല. അത് പല കാരണങ്ങളാവാം, അത് കഥയുടെ ഒന്നുമല്ല, പല റീസൺസ്. ഇപ്പൊ കൊറോണ ഭയങ്കരമായിട്ട് ഇതിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കമ്മിറ്റായ എല്ലാ സിനിമകളും വലിയ സിനിമകളായിരുന്നു കമ്മിറ്റ് ആയതല്ല. അതിലെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജോലി വിട്ട് കൊറോണയുടെ ജസ്റ്റ് ഈ പറയുന്ന ഷൈലോക്കിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ചെറിയ റോളിൽ. അപ്പൊ ആ സമയത്ത് എന്റെ അന്വേഷണം, പ്രക്ഷോഭ ഡയറക്ട് ചെയ്ത അന്വേഷണത്തിലാണ് ഞാൻ ത്രൂട്ട് വേഷം ചെയ്തത്. അതിലാണ് ഞാൻ ജോലി രാജിവെച്ച് വരുന്നത്. അപ്പൊ അന്വേഷണവും ഷൈലോക്ക് ഒരാഴ്ച വ്യത്യാസത്തിൽ ഇറങ്ങിയ സിനിമകളാണ്. ഞങ്ങൾ ഏകദേശം ഒരേ സമയം ജോലി രാജിവെച്ച് സിനിമ അവൻ എഴുത്തിലേക്കും ഞാൻ ഈ പറയുന്ന എന്റെ സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിലും
സ്ക്രിപ്റ്റ് ഒന്നും ആയിട്ടില്ല. അപ്പം ഞാൻ അഭിനയത്തിലേക്കും വരുന്നു. ഈ പറഞ്ഞ പോലെ കൊറോണ ഞങ്ങൾ രണ്ടുപേരും ബാധിച്ചിട്ടുണ്ട്. രണ്ടുപേര് ചെറുപ്പക്കാര് ഒരുമിച്ച് സിനിമകൾ ആഗ്രഹിച്ച് കുറെ നാളത്തെ സുഹൃത്തിന് ശേഷം രണ്ടുപേരും സിനിമയിലേക്ക് വരുന്നു. അപ്പൊ ആദ്യം അവന്റെ സിനിമ നടക്കുന്നു, ഞാൻ സിനിമയിൽ അഭിനയ രംഗത്തിലേക്ക് മാറുന്നു. ആ രീതിയിൽ വന്നു നിൽക്കുന്ന സമയത്ത് ടപ്പേന്ന് കൊറോണ വന്ന് നിൽക്കുമ്പോൾ ബേസിക്കലി രണ്ടുപേരും സ്റ്റക്കായി. അപ്പം ബിബി കുറച്ചുകൂടെ വലിയ സിനിമകളാണ് ആ സമയം പിച്ച് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കൊറോണ വന്നപ്പോൾ ഈ വലിയ സിനിമകളുടെ ബുദ്ധിമുട്ടുകൾ വന്നു. അതായത് വലിയ ക്യാൻവാസിൽ ചെയ്യാൻ പറ്റില്ല, വലിയ ക്രൗഡ് പറ്റത്തില്ല, വലിയ സെറ്റപ്പ് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു സ്ലോ പ്രോസസ് നടക്കുമല്ലോ. അപ്പൊ എന്റെ സംബന്ധിച്ചോളം ഞങ്ങളുടെ എങ്കിൽ മനുഷ്യൻ്റെ ഉണ്ടായിരുന്ന മധുര മനോഹരം മോഹമായിരുന്നു. അപ്പൊ അത്രയും കമ്പാരിറ്റീവ്ലി വലിയ പടം അല്ലായിരുന്നത് കൊണ്ട് അതിനുശേഷം വന്നൊരു സമയത്ത് ഈ വലിയ ക്രൗഡും സെറ്റപ്പും ഇല്ലാതെ പ്രൊഡ്യൂസർമാർ തന്നെ പേടിച്ചിരിക്കുന്ന ഒരു സമയത്ത് നമ്മളത് ചെയ്യാൻ പറ്റി, അത് വന്നു. അപ്പൊ അതുകൊണ്ട് അന്ന് പിന്നെ മധുര മനോഹരം സംഭവിച്ചു. പെഡിക്യൂട്ടീവ് പിന്നെ അന്നേ പ്ലാനിലുണ്ടായിരുന്നു, പെഡിക്യൂട്ടീവ് സംഭവിച്ചു. പിന്നെ ഇപ്പൊ മൂന്നാമത്തെ സിനിമ മധുവിധു, അതും സംഭവിച്ചു നന്നായി തോന്നുന്നു. ഈ ഷാർഫുമായിട്ട് കോമ്പിനേഷൻ ഇപ്പം മധുര മനോഹരായാലും പെറ്റായാലും ഇപ്പം മധുവിധു ആയാലും ഡെലിബറേറ്റ്ലി സംഭവിക്കുന്നതാണോ അതോ നിങ്ങൾ തമ്മിൽ ജെല്ലാവുന്നത് കൊണ്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതാണോ? അല്ല, ഇത് ഞാനിപ്പോ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മധുര മനോഹരം വേറെ ആർട്ടിസ്റ്റായി, വേറെ ആർട്ടിസ്റ്റോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് ഏകദേശം ഞങ്ങൾ അഡ്വാൻസ് വാങ്ങിച്ചതാണ്. അപ്പൊ ആ സമയത്ത് ആക്ച്വലി ഷർഫുക്കയുമായിട്ട് നമ്മൾ സൗഹൃദമുണ്ട് ആ സമയത്ത്. അതിന് മുമ്പേ അപ്പൊ വേറെ ആൾ ചെയ്യാൻ നിൽക്കുന്നൊക്കെ പുള്ളിക്ക് അറിയാം. അതിനുശേഷം ആർട്ടിസ്റ്റ് നടക്കാതെ വരുന്ന സമയത്ത് ജനമേഷന്റെ സ്റ്റെപ്പിങ്ങിന്റെ സമയത്ത് നമുക്കിനി ആരാ എന്നൊരു ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഷർഫുക്കോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് പുള്ളിയുടെ ഒരു താല്പര്യം. അപ്പൊ അന്ന് ഷർഫുക്ക ലീഡ് ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളായിരുന്നു. പ്രിയനോട്ടത്തിലാണൊക്കെ ഷൂട്ട് നടക്കുന്നതേ ഉള്ളായിരുന്നു. ലീഡ് റോളിലേക്ക് പുള്ളി വന്നു തുടങ്ങുമായിരുന്നു. അപ്പൊ അങ്ങനെ ഷർഫിനെ വിളിക്കുകയും ചെന്നൈയിൽ പോയി നമ്മൾ കഥ പറയുമ്പോൾ തന്നെ പുള്ളി ഓക്കെ. കാരണം ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് കഥയൊന്നും പുള്ളിക്കറിയില്ല. ഏതോ ഒരു പരിപാടിക്ക് വേണ്ടി ഇപ്പൊ കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട്, സ്റ്റെപ്പ് നടക്കുന്നുണ്ട്, മൈഷാട് നടക്കുന്നുണ്ടെന്ന് പുള്ളിക്ക് അറിയാം. അപ്പൊ അങ്ങനെ കഥ പറഞ്ഞ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിനൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പുണ്ടായി. പ്രൊഡ്യൂസർ വന്നു, നടന്നു. അപ്പൊ ഈ മധുര മനോഹരത്തിന് നടക്കുന്ന സമയത്ത് തന്നെ പെറ്റിന്റെ ഒരു പ്ലാൻ നമുക്കുണ്ടായിരുന്നു കൊറോണ സമയത്ത് തന്നെ. അത് പ്രനീഷേട്ടനും ഷറഫുക്കും കുറെ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സാധനമായിരുന്നു. അപ്പോ അതിലേക്ക് ഞാനും ജോയിൻ ചെയ്യുന്നു. പെഡിക്റ്റീവ് സംഭവിച്ചു. സത്യത്തിൽ ഈ 3 പടത്തിൽ ഷർഫിന് വേണ്ടിയിട്ടെന്ന് പറയാൻ എഴുതിയ പടം പെഡിക്റ്റീവ് മാത്രമാണ്. മധുര മനോഹരം വേറെ ആർട്ടിസ്റ്റാണ്, മധുവിധു ആണെങ്കിൽ ഞങ്ങൾ വേറെ 2 ആർട്ടിസ്റ്റിലേക്ക് പോയതിനു ശേഷമാണ്, പ്രൊഡക്ഷൻ വഴി തന്നെ പോയതിലേക്ക് ശേഷമാണ് ഷറഫിലേക്ക് വരുന്നത്. അത് നമ്മുടെ സൗഹൃദം കൊണ്ടല്ല വന്നത്. ഇതിനകത്ത് മധുവിധുവിനെ സംബന്ധിച്ചോളം പ്രൊഡക്ഷൻ ഇങ്ങോട്ടാണ് പറഞ്ഞത്, പിന്നെ നമുക്ക് ഷറഫിനെ നോക്കാം എന്ന് പറഞ്ഞത്. പിന്നെ സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോ ഓൾമോസ്റ്റ് ഇന്റർവെൽ ടെസ്റ്റിൽ തന്നെ ഷറഫ് ഭയങ്കരമായിട്ട് അവിടെ നിന്ന് തന്നെ പുള്ളിക്ക് മനസ്സിലായി ഈ സിനിമ എങ്ങനെയാ വർക്കാവാൻ പോണേ. ഷറഫൊക്കെ പൊതുവെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഒത്തിരി സ്ക്രിപ്റ്റുകൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഇരുന്ന്. അപ്പൊ ബിബി ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ സൈഡിൽ ഇങ്ങനെ നടക്കുക, വിശ്വസിച്ചേട്ടനും അപ്പുറത്തിരിപ്പുണ്ട്, കാക്കനാണ്. അപ്പൊ അവനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു, ഞാനിങ്ങനെ ബാക്കിടെ നടക്കും. അപ്പൊ ഇന്റർവെൽ ഞാൻ പതുക്കെ അടുത്തോട്ട് പോയി നിന്ന് ഒരു കഥ പറഞ്ഞു. പെട്ടെന്ന് ഒന്നൂടെ പറഞ്ഞേ ഇത് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ അത് ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റി. പിന്നെ പുള്ളി മൊത്തത്തിൽ അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞു ഇത് ഒക്കെ വർക്കാവും, നമുക്ക് പിടിക്കാം, നിങ്ങൾ മൂവ് ചെയ്തോളൂ എന്നുള്ള യെസ് കിട്ടി. പിന്നെ എല്ലാം നന്നായി. അതിലേക്ക് ബാക്കി ആർട്ടിസ്റ്റുകളും ജഗദീഷ് ചേട്ടൻ അങ്ങനെ എല്ലാവരും വരുന്നു. അതാണ് കാസ്റ്റ് അസംബ്ലിംഗ് പരിപാടി. അതെ അതെ. കാരണം നമുക്ക് ആദ്യം പ്രൊഡക്ഷനിൽ പോയപ്പോഴും ആവശ്യപ്പെട്ട ഒരു സാധനം ഈ പറയുന്ന കാസ്റ്റിങ്ങിലുള്ള നമ്മുടെ ഒരു നമ്മൾ പറയുന്ന രീതിയിലൊന്ന് മാക്സിമം നല്ല ബാനർ ആയതുകൊണ്ട് അവർ നമ്മൾ ഒരു സത്യത്തിൽ അജിത് വിനായക് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം 1% പോലും ഒരു ക്രിയേറ്റീവ് സൈഡിൽ നിന്നുള്ള കാര്യങ്ങളിൽ അവർ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. അപ്പൊ ആസ് എ ബാനർ ഇവിടെ പടം ചെയ്യാൻ പോകുന്ന ഏതൊരു ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് അജിത് വിനായക്. അതിൽ ഭയങ്കര സന്തോഷം. ഒരു രീതിയിൽ പോലും നിങ്ങൾ അങ്ങനെ ചെയ്യും, നിങ്ങൾ ഇന്ന ആളെ വെക്കും ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അവർക്കത് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പവറും ഉണ്ട്. പക്ഷെ അവരാരും അതിലൊന്നും ഇടപെടാറ് പോലുമില്ല. ക്യാമറ വേണമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കും. അതിൽ വേറെ ചോദ്യം. അത് ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസറാണ്. അതിൽ നമുക്ക് സന്തോഷം. ഈ തമിഴ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാധാരണ അവിടെ തമിഴില് ഞാനിപ്പോ ഡിജോയിനോട് സംസാരിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു, തമിഴിൽ ആക്ച്വലി സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, ഡയറക്ഷൻ എന്നത് ഒറ്റയടിക്ക് സാധാരണ റൈറ്റർ ഡയറക്ടർ എന്ന ടാഗ് ലൈനിൽ മാറും. ഇവിടെ കമ്പാരിറ്റീവ്ലി റൈറ്റേഴ്സ് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റേഴ്സ് ഡയറക്ടേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും റൈറ്റേഴ്സാണ്, ജെന്യുവൻ റൈറ്റേഴ്സാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഡയറക്ടറിൽ പിച്ച് ചെയ്യുക അല്ലെങ്കിൽ അവരുമായിട്ട് ഒരു കൊളാബ് വർക്ക് ചെയ്യുക, അത് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ആ ഫ്രിക്ഷൻ, ആ ഒരു നമുക്കൊരു പോയിന്റ് അടിക്കുമല്ലോ, ഓക്കെ ദിസ് വർക്ക്സ് എന്നുള്ളത് എവിടെ നിന്ന് ആ പോയിന്റ് അടിക്കുന്നത്? ഈ മധുവിധുവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ പെറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിഷ്ണു അരവിന്ദ് എന്ന് പറയുന്ന വ്യക്തിയെ അന്ന് എനിക്കറിയാവുന്ന, ഞാൻ അഭിനയിക്കാൻ പോയി സാജൻ ബേക്കറിയിൽ ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പൊ വിഷ്ണു പെറ്റിന്റെ ആരും ചെന്നൂരോട് അപ്പൊ ഞാൻ അത് പുള്ളി വിഷ്ണുന്റെ ചീഫാ. അപ്പൊ അന്ന് ഞാൻ അഭിനയിക്കാൻ പോയപ്പോ വളരെ ശാന്തനായ ഒരു ചീഫ്
ഭയങ്കര പ്ലസന്റ് ആയിട്ട് പൊതുവേ നമ്മൾ ചീഫ്മാർ എന്ന് പറയുമ്പോൾ സെറ്റ് ഇച്ചിരി ബഹളവും നമുക്കൊരു Control ചെയ്യുന്ന ആളാണ്. കൺട്രോൾ ചെയ്യുന്ന ആളാണ് അങ്ങോട്ട് ഭയങ്കര ഇത് വളരെ കൂളായിട്ടുള്ള ഒരാൾ. അപ്പൊ അങ്ങനെയാണ് വിഷ്ണുചേട്ടനെ പരിചയം. ആ സെറ്റിൽ ഒരു 3 ദിവസം പോയി അനുഭവം ഉള്ളൂ. എന്നാൽ പിന്നെ ഇടയ്ക്ക് കാക്കനാട് അവിടെ ഇടയ്ക്ക് വെച്ച് ഹായടാ കഴിഞ്ഞു. പക്ഷെ പെച്ച് നടക്കുന്ന അപ്പൊ പെച്ച് നടക്കുന്ന സമയത്ത് ഒരു ദിവസം വിഷ്ണുചേട്ടൻ വിളിച്ചു, എടാ നീ ഇവിടെ ഉണ്ട്. ചേട്ടാ കാക്കനാടുണ്ട്. അപ്പൊ എനിക്കറിയത്തില്ല കാക്കനാട് തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലെ വിഷ്ണുചേട്ടന്റെ വീടെന്ന്. എടാ ഞാൻ 1947 അങ്ങോട്ട് വരാം. എന്താ പറയാ, എനിക്കൊരു പടം ചെയ്യണം. അപ്പം ഒരു പടം ചെയ്യാനിരുന്ന പടം ഇച്ചിരി ഡിലേ ആവുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യാം, നമുക്കൊരു ചെറിയ പടം ചെയ്യാം, പ്രൊഡക്ഷൻ നമുക്ക് സംസാരിക്കാം, പിന്നെ ആരാന്ന് വെച്ചാൽ സംസാരിക്കാം. ഞാൻ ചേട്ടാ ഞങ്ങള് ഒരു പരിപാടി ഇങ്ങനെ എഴുതി ഇപ്പൊ ഇത് നടക്കുവാണല്ലോ. അപ്പൊ പെട്ടെന്ന് അങ്ങനെ റെഡി ആയിട്ട് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു സബ്ജക്ട് ഉണ്ട്, അതിപ്പോ ഞങ്ങൾ വേറെ ഇടത്ത് ഇരിക്കുവായിരുന്നു. അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് എടുക്കാം. മധുവിധു ആക്ച്വലി വേറെ ഡയറക്ടർ അല്ലല്ല, നമ്മൾ വേറെ ആളുടെ അടുത്ത് ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വേറെ രീതി നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ബിബിൻ എന്ന് പറയുന്ന ആളുണ്ട്, ഷൈലോക്കിൻ റൈറ്ററാണ്, എന്റെ ഫ്രണ്ടാണ്. നിങ്ങൾ ചേട്ടൻ ഒന്ന് പോയി കാണും, ഞാൻ ഇവിടെ ഷൂട്ടിലാണ്, ഞാൻ അവനെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു ചേട്ടൻ അപ്പൊ തന്നെ വിളിക്കുന്നു, ബിബിനെ വിളിക്കുന്നു, നമ്പർ അങ്ങോട്ട് ഷെയർ ചെയ്യുന്നു, കഥ പറയുന്നു. അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ എന്താ വേണ്ടെന്ന് ചോദിച്ചു. ഒരു പുതിയ ആളാണ്. ഞാൻ പറഞ്ഞ പുതിയ ആൾക്കാര്, കാരണം എന്നെ സംബന്ധിച്ച് മമ്മൂക്ക പുതിയ ആളായിട്ടുള്ള നമ്മളെ ട്രസ്റ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ നിൽക്കുന്നത്. അതെല്ലാ കാലത്തും ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത കാര്യമല്ല. പുതിയ ആൾക്കാര് എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഇതില്ല, നമ്മൾ പറയണത് മനസ്സിലായാൽ മതിടാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്കറിയാം, നീ ഒന്ന് പോയോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ശാന്തനാണ്, അടിപൊളിയാണ്, നമ്മുടെ കൂടെ നിൽക്കും. പറഞ്ഞ ബേസിക്കലി ഡയറക്ടേഴ്സ് റൈറ്റേഴ്സ് രണ്ടാവുന്നതിന്റെ ആ കെമിസ്ട്രി വർക്കാവും. അതിന് ഞങ്ങൾക്കിടയിൽ 1000 കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, പക്ഷെ അതിന് മുകളിൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവരും തമ്മിൽ 1000 കോൺഫ്ലിക്റ്റ് ഉണ്ട് എഴുത്തിന്റെ കാര്യം വരുമ്പോൾ, അതിന് വേണ്ടി ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ബേസിക്കലി ബാക്കിയൊക്കെ അതിന് താഴെ നിൽക്കത്തുള്ളൂ. അപ്പൊ അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പക്വതയും പുള്ളിക്കും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഓക്കെയാണ്. ചിലപ്പം ഷൂട്ടിനിടെ പോലും ഇത് അങ്ങനെ ഇങ്ങനെ അപ്പൊ ഞങ്ങളും പറയും, പുള്ളി പറയുന്നതായിരിക്കും ചിലപ്പോൾ ശരി, ചിലപ്പോൾ ഞങ്ങൾ പറയുന്നതായിരിക്കും ശരി. അത് സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മളൊരു കോമൺ പോയിന്റിൽ തിരിച്ചറിയുമ്പോൾ അവിടെ ഒരു നല്ല സിനിമ സംഭവിക്കുന്നു. അപ്പൊ അത് തന്നെയാണ് വേണ്ടത്. ഇപ്പൊ തമിഴിലെ കാര്യം പറയുമ്പോൾ അവിടെ റൈറ്റേഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല, അപ്പൊ അവിടുത്തെ ഇൻഡസ്ട്രി പൊതുവെ അങ്ങനെ ഡയറക്ടർ റൈറ്റർ എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഞങ്ങൾ മറ്റു ഭാഷകളിൽ പിച്ച് ചെയ്യുമ്പോഴും റൈറ്റർ വേറെ ഒരു സാധനം അവർക്കൊരു അത്ഭുതമാണ്. പക്ഷെ ഇപ്പൊ ഹിന്ദിയിൽ മാറി. ഹിന്ദിയിൽ ഇപ്പൊ റൈറ്റേഴ്സിന്റെ പേര് ക്രെഡിറ്റ്സിൽ കൃത്യമായിട്ട് കൊടുത്തു തുടങ്ങി, എഗ്രിമെന്റ്സ് വരാൻ തുടങ്ങി. നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്കറിയാം ഇന്ന റൈറ്ററുടെ പേരിൽ അവർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ബേസിക്കലി സ്ത്രീ യൂണിവേഴ്സ് ഒക്കെ ഉണ്ടാക്കിയത് ഒരു റൈറ്ററിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പൊ ഈ സ്റ്റുഡിയോ സെറ്റപ്പുകൾ വന്നപ്പോഴാണ് മാറിയത്. ഇപ്പൊ വീണ്ടും എല്ലാം മാറി വരുന്നുണ്ട്. ഇപ്പൊ റൈറ്റേഴ്സിന് അതിന്റേതായ ഇമ്പോർട്ടൻസ് രീതിയിൽ എല്ലായിടത്തും ഇല്ല വരുന്നുണ്ട്. അത് മാറി വരുന്നുണ്ട് എല്ലായിടത്തും. ഇപ്പൊ ലൊക്കേഷന്റെ കൂടെ ആണെങ്കിലും ഇപ്പം റൈറ്റേഴ്സ് ഉണ്ടല്ലോ, ഒരു ടീമായിട്ടാണല്ലോ ഒരു പിടിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്വാളിറ്റി വ്യത്യാസം ഉണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഡയറക്ടറുടെ കൂടെ ഒരു 15 ദിവസത്തോളം. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. എന്നെ വിളിച്ച്, ഇപ്പൊ ഞാൻ ആദ്യം തമിഴിലൊരു നല്ലൊരു ഡയറക്ടറുടെ അവര് കഥ സെറ്റ് ആവുന്നില്ല, അപ്പൊ മലയാളത്തിൽ നിന്ന് പറഞ്ഞിട്ട് വേറൊരാള് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ആദ്യം വെറുതെ വിളിക്കാന്ന് വിചാരിച്ചു. ചെന്നപ്പോ വിളിച്ച ആള് സത്യം. അപ്പൊ ഞാൻ ചെന്നു, റൂമൊക്കെ ഇട്ട്. അപ്പൊ ഞാൻ ചെല്ലുമ്പോ എന്ന് പറഞ്ഞാൽ ഇവിടെ 10 പേരുണ്ട്. ആ സിസ്റ്റമേ വേറെയാ. 10 റൈറ്റേഴ്സ് ഉണ്ട്. ഇപ്പൊ വെട്രിമാരൻ സാറിന്റെ കൂടെയുള്ള ആൾക്കാരുണ്ട്, മലയാളത്തിൽ നിന്ന് ഞാനുണ്ട്. അങ്ങനെ ഒരു 10 പേര് ഇരിക്കുന്നുണ്ട്. പിന്നെ ആനന്ദമൊക്കെ റൈറ്റ് ചെയ്ത ആൾക്കാർ, ആനന്ദം ആ സിനിമകളൊക്കെ പയ്യൊക്കെ എഴുതിയ ആ സാറൊക്കെ ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് ഞാൻ പോയിരിക്കുന്നത്. അപ്പൊ ചെന്നു ഇങ്ങനെ ഇരിക്കുമ്പോ തന്നെ അവര് ചോദിക്കുന്നത് കഥയല്ല, സീക്വൻസ് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ കഥ? അത് പിന്നെ അത് അപ്പുറം പണിக்கலாம், സീക്വൻസ് റെഡി പണിന്ന് പറഞ്ഞു. സീക്വൻസ് ഇൻ ദ സെൻസ് അതായത് നിങ്ങൾ കാണുന്ന സീനില്ലേ, ബ്ലോക്കില്ലേ, അതായത് അവര് പറഞ്ഞു തരുന്ന ഒരു സീന് അങ്ങനെയല്ല. നിങ്ങൾ എന്നോട് പറയുന്നു ഇന്ന ആളാണ് ഹീറോ, ഇന്ന ആളാണ് ഇത്, നമ്മുടെ ആവശ്യം ഇതാണ്, സീൻ ഉണ്ടാക്കിക്കോളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മള് A to Z പോകുന്ന ആൾക്കാർ അല്ലേ. ഇത് ഫസ്റ്റ് ഒരു സീക്വൻസ്. ഞാൻ രാത്രി എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ഇടുന്നു, ഞാൻ കോയമ്പത്തൂർ ഇറങ്ങുന്നു, കൊടൈക്കനാൽ കൊണ്ടുവന്നു, ചെന്നിരിക്കുന്നു, മീറ്റിംഗ് ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്താ, ഞാൻ ഇവനൊക്കെ ചിലപ്പോ പനമ്പള്ളി നഗറിൽ ഇരുന്ന് എഴുതിയിട്ടുണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു സ്റ്റൈലൊന്നുമില്ല. ഞാൻ ഷൈലോക്ക് എഴുതുന്നത് ജൂബിലി ഹോസ്പിറ്റലിൽ ഇരുന്ന് എഴുതിയിട്ടുണ്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോ. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുൾ സെറ്റപ്പ് നിന്ന് ഇരുത്തിയിട്ട് സീക്വൻസ് ഉണ്ടാക്കാൻ പറയോ. അപ്പൊ സീക്വൻസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്താ ചെയ്യണ്ടേ, ഇത് എവിടെന്നാ തുടങ്ങുന്നത്, അതെല്ലാം പാക്ക വേണ്ട തമ്പി, നീ റൈറ്റ് പണിക്കോ, റെഡി പണിക്കോ, നമ്മ കാലയില ഡിസ്കസ് പണിക്കലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം പറഞ്ഞു ഞാൻ പോകുന്നു. കാരണം നമുക്കത് മനസ്സിലാവുന്നില്ല. പക്ഷെ പിന്നെ പുള്ളിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു നമ്മുടെ സ്റ്റൈൽ ഇങ്ങനെയാണ് സർ, അങ്ങനെ ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു 3 days തന്നു, നമ്മളിരുന്നു.
അവർക്ക് അത് സിങ്ക് ആവാൻ ബുദ്ധിമുട്ടാ. ഓക്കെ, ഫൈനലി നമ്മള് എല്ലാരും കൂടി എന്തെങ്കിലും പറയാന്ന് അത് എനിക്കും ഇവനും എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ 1-2 പരിപാടി വേറെയും ഇതുപോലെ പുറത്തൊക്കെ പോയി പിച്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അവർക്ക് ഭയങ്കര അത്ഭുതം. നമ്മുടെ കയ്യിൽ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ട്. ഒരു ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു ആർട്ടിസ്റ്റിന്റെ അടുത്ത് പോയപ്പോ അപ്പൊ കഥ ഫുൾ പറഞ്ഞു. അപ്പൊ ഞങ്ങള് ധൈര്യത്തിൽ സ്ക്രിപ്റ്റ് എടുത്ത് മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഓക്കെ, പുള്ളി സ്ക്രിപ്റ്റ് കണ്ടു കാണും, അപ്പൊ അതാന്നു. പക്ഷെ കഥ ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അപ്പൊ സ്ക്രിപ്റ്റ് അപ്പൊ ഞങ്ങൾ സാർ ഇതാണ് സ്ക്രിപ്റ്റ്. അപ്പൊ ഇത് പുള്ളി എടുത്ത് ഇവളോ നിങ്ങളാ ഇപ്പഴേ സ്ക്രിപ്റ്റ് എഴുതുമോ? ഞാൻ പറഞ്ഞു സാർ ഫുൾ സീൻ മലയാളത്തിലെ നോക്കുന്നില്ല. പക്ഷെ എന്നാ പോലും ഫുൾ ബൈൻഡഡ് സാധനം കാണുമ്പോ തുറന്നൊക്കെ നോക്കി, പുള്ളി തുറന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിയുടെ മാനേജറോട് അതിനോട് ചോദിക്കുക, നീങ്ക ഇത് ഇപ്പൊ சொல்லியதெல்லாமே அதுல இருக்கா மொத்தம் ഡയലോഗ് സാർ പുള്ളി പറഞ്ഞു ഞാൻ 8 പടം പണിയിറക്കി ഇതുവരെ ഇത് മാറി പാകല. അപ്പൊ പറഞ്ഞു മലയാളത്തിൽ അങ്ങനെയാണ്. ആക്ച്വലി ഷോക്കിംഗ് ആട്ടോ, അങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പറയുന്നത് എല്ലായിടത്തും അല്ല, നമ്മൾ പോകുന്ന ആൾക്കാർ നമ്മുടെ അനുഭവം പറഞ്ഞേ, നമ്മൾ വിശ്വസിക്കില്ല ചിലപ്പോ അങ്ങനെയാണോന്ന്. അത് നമുക്കൊന്നും അറിഞ്ഞൂടാ, അവര് പറയുന്ന കാര്യം നമുക്ക് അറിയുള്ളൂ. അപ്പൊ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇയാള് നമ്മളെ ആക്കുന്നതാണോ. നോക്കുമ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ്. എന്നിട്ട് പുള്ളി ആരെയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അത് അവരെ ഫുൾ ബൗണ്ടഡ് സ്ക്രിപ്റ്റോടെ വന്നെടുക്കുക, നല്ല ഇറക്കത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ സത്യമാണല്ലേ. പക്ഷെ അവിടത്തേക്ക് പ്രോസസ്സ് കുറച്ചും കൂടി വലുതായി. വലിയ സ്റ്റാറുകളുടെ സിനിമ ചെയ്യുമ്പോഴേ നമ്മളിപ്പോ എല്ലാം ഓക്കെ ആയി, നമുക്ക് ഫോട്ടോ പോലും പുറത്തിടാൻ പറ്റൂല. കാരണം അവിടുത്തെ സിനിമകൾ ഒരെണ്ണം ഷൂട്ട് ചെയ്ത് ഇറങ്ങി വരുന്നത് 2.5 വർഷവും ഒക്കെ കഴിഞ്ഞിട്ട് അത്രയും സ്റ്റാറാണ് പുള്ളി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ നോക്കൂ, ഇപ്പൊ മധുവിധു നമ്മള് വളരെ ഫാസ്റ്റ് ആയിരുന്നു സിനിമ. ശരിക്കും പ്രെഡിക്റ്റീവിന്റെ സെറ്റിൽ വെച്ച് തുടങ്ങുന്ന ഒരു പടം പെറ്റ് കഴിഞ്ഞിട്ട് ഷറഫ് ഹീറോ ആയിട്ട് വരുന്ന ഒരു പടമായിട്ട് വരുന്നു എന്ന് പറയുന്നത് അപൂർവമായിട്ട് ഇവിടെ പോലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതാ സബ്ജക്റ്റിന്റെ ഗുണവും പ്രൊഡക്ഷന്റെ കപ്പാസിറ്റി പ്രൊജക്റ്റാണ്. ഇപ്പൊ ഈ കഥ കേട്ടത് രഞ്ജിത്ത് കരുണാകരൻ. പുള്ളിക്ക് അത് കേട്ടപ്പോ തന്നെ പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ സിനിമ എങ്ങനെ വർക്ക്ഔട്ട് ആവും. കാരണം അവർക്ക് ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ നിന്ന് അത് ഫാസ്റ്റ് ആയി പരിപാടികളെല്ലാം. വിഷ്ണുവും പിന്നെ ഷറഫും നമ്മുടെ ഇതിൽ നിന്നു, ബാക്കി കാര്യങ്ങളെല്ലാം നന്നായിട്ട് വന്നു. ഇപ്പൊ സത്യം പറഞ്ഞ ഞാൻ അവനോട് പറഞ്ഞു, ഏപ്രിൽ 23, 2025 ഞാൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇടണേ. അത് മെമ്മറി വന്നത് സിനിമ ഇറങ്ങുന്ന ദിവസം എനിക്ക് മെമ്മറി വന്നു. സിനിമ ഇറങ്ങുന്ന ദിവസം ഏപ്രിൽ 23, 2025. അത് ഏപ്രിൽ 23, 2026 സിനിമ റിലീസായി. റിലീസ് തിയേറ്ററിലെത്തിയ ഡേറ്റ് അത് ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് തോന്നി. പിന്നെ ഒരു മാസ് പടം എഴുതുക എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണോ എഴുതിയത്? മമ്മൂക്ക ഇല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ പറയുന്ന അങ്ങനെ ഒരു മാസ് പടം ക്രിയേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഫാംകോം അല്ലെങ്കിൽ ഫാംകോം ഞാൻ ഷറഫുദ്ദീൻ പറഞ്ഞോണ്ട് കേട്ടോ, അങ്ങനെ ഒരു പടം ചെയ്യുന്നതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, എക്സൈറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്? അല്ല, ഓരോ സിനിമയും ഭയങ്കര എക്സൈറ്റ്മെന്റാ. അപ്പൊ ശരിക്കും പറഞ്ഞ ഷൈലോക്കിന് മുമ്പ് ഞാൻ എഴുതിയ 2 സ്ക്രിപ്റ്റും ഇപ്പോഴും സിനിമയായിട്ടില്ല. അത് 2ഉം മാസ് പടങ്ങളല്ല, അത് വേറെ സിനിമകളാണ്, ഫാമിലിയാണ്. അതിലും ഈ പറഞ്ഞ പോലെ ഒരു ഫാംകോം ഉണ്ട്. പക്ഷെ അത് ഇതുവരെ സിനിമയാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പൊ ചില സിനിമകൾ ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നില്ലേ, അത് നമ്മുടെ തന്നെ ഒരു യുക്തിയാണ്. ഇനി അത് പിടിച്ചാൽ ശരിയാവില്ല എന്നുള്ളത് നമ്മള് അതുകൊണ്ട് അത് നീക്കി വെച്ച സിനിമകളാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൈലോക്കിലേക്ക് വരുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, മാസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് കണ്ടു കഴിഞ്ഞു ആൾക്കാര്. ഒരു ഹീറോയെ എങ്ങനെ ഇപ്പൊ മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ, ഇവരെയൊക്കെ എത്രയോ ആൾക്കാരെ എങ്ങനെ ഉയരത്തിൽ കൊണ്ടുവച്ചിരിക്കുക. അവരുടെ എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ, മാസും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുവല്ലേ. അപ്പൊ നമുക്ക് ഇനി മാസ് ചെയ്യുമ്പോ സീക്വൻസുകൾ എങ്ങനെ ചെയ്യണം, അത് ഭയങ്കര ഒരു ചലഞ്ചാ, കൈയടിപ്പിക്കുക എന്നുള്ളത്. സെയിം ടൈം ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങള് ബേസിക്കലി ഭയങ്കരമായിട്ട് തമാശ പറഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഈ സിനിമയൊക്കെ എഴുതുന്ന സാധനങ്ങൾ ഞങ്ങളുടെ 1-2 സുഹൃത്തുക്കൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതെങ്ങനെ ഈ സിനിമ ഉണ്ടായിക്കണെന്ന്. ഞങ്ങളുടെയൊക്കെ കോമൺ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട്, അവര് കണ്ടിട്ടുണ്ട് ഈ സിനിമ എങ്ങനെ ഉണ്ടാവണമെന്ന്. അപ്പൊ അത് നമ്മൾ ഭയങ്കര ആസ്വദിച്ചിട്ട് തന്നെ ചെയ്യണം. ഇപ്പൊ ഞങ്ങൾ അടുത്തത് ചെയ്യാൻ പോകുന്നതും മേ ബി അത് മാസോടായിരിക്കാം. ഇപ്പൊ ഞാൻ കമ്മിറ്റ് ഇപ്പൊ ദിലീപേട്ടന്റെ സിനിമ ചെയ്യുന്നുണ്ട്, അത് വേറൊരു സിനിമയാണ്, ഇത് ഈ ജോണറേ അല്ല. അപ്പൊ ഞാൻ പറയുന്ന ഒരു പ്രത്യേക ജോണറിൽ ഞങ്ങൾ എന്തായാലും നിൽക്കുന്നില്ല. ഇനിയും മാസ് വരും, ഇനിയും കോമഡി വരും, അതിനുള്ള അവസരം കിട്ടട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരു പ്രോജക്റ്റിന്റെ കാര്യം പറയില്ല, അത് പറയാം, അത് ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു യൂഷ്വൽ ദിലീപ് പടമായിരിക്കില്ല എന്നാണ് പ്രതീക്ഷ. ഈ മാസ് പരിപാടിയും കൂടി ചേർത്തിട്ടുള്ളതാണോ എന്നുള്ളതാണ്. എന്റർടൈനർ ആയിരിക്കും ഡെഫിനറ്റ്ലി. ഒരു കാര്യം പറയാം, ഞങ്ങൾക്ക് തിയേറ്ററിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമയെ ഞങ്ങൾ എഴുതുന്നുള്ളൂ. അതന്നെയായിരിക്കും. ഇപ്പൊ അവനായാലും ഞാനായാലും സെപ്പറേറ്റ് ചെയ്താലും ഒരുമിച്ച് ചെയ്താലും എന്റർടൈനർ ആയിരിക്കണം. അല്ലാണ്ട് ഇപ്പൊ തിയേറ്ററിൽ വന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ പറയണത് ജനങ്ങൾ കൈയടിക്കണതാ ഞങ്ങളുടെ അവാർഡ് എന്ന് പറയുന്ന പോലെ എന്റർടൈൻ ചെയ്യണം. അപ്പൊ ഈ പ്രൊഡ്യൂസർക്ക് പൈസ തിരിച്ചു കിട്ടണം. ഡെഫിനറ്റ്ലി നമ്മളെ വിശ്വസിക്കുന്ന സ്റ്റാർ
ഇപ്പൊ എപ്പോഴും മധുവിധുവിന്റെ കാര്യത്തിലാണെങ്കിൽ ഷറഫ് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് പുള്ളി പറഞ്ഞിട്ടുണ്ട്, ആ ഡയലോഗ് തന്നെ പറയാം, നിങ്ങൾ എന്നെ കൊണ്ടുപോയിട്ട് കുഴിയിലിടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിങ്ങൾ രണ്ടും എന്നുള്ള ഒരു സാധനം. അത് ഭയങ്കര ട്രസ്റ്റാ. സ്റ്റാർ അല്ലെങ്കിൽ ഫ്രണ്ടിനേക്കാളും ഒരു സ്റ്റാറിനെ എപ്പോഴും ഒരു ഇതില്ല. കാരണം പെറ്റ് പോലത്തെ ഒരു ഹിറ്റ് കഴിഞ്ഞ് നിൽക്കുന്നു, പടക്കളം ഹിറ്റ് അടിച്ച് നിൽക്കുന്നു. പുള്ളിക്ക് 50ാമത്തെ സിനിമയാണ് മധുവിധു. അപ്പൊ അതൊരു മൈൽ സ്റ്റോൺ സിനിമയിൽ ഞങ്ങളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു കുഞ്ഞു സിനിമ എന്നും പറഞ്ഞു മുന്നോട്ട്. ഷറഫിന്റെ 50ാമത്തെ പടം. അതെ ടൈറ്റിൽ കാർഡും അല്ല അങ്ങനെയൊന്നും ചെയ്തില്ല പുള്ളിക്ക്. അങ്ങനെ ഒരു അതിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ പുഷ് ചെയ്ത് ഞങ്ങൾ ഷറഫിന്റെ കൂടെ ഉള്ളവരുടെ എണ്ണം എടുക്കുമ്പോഴാണ് അത് പറയണ്ട അങ്ങനെയൊന്നും വേണ്ട, അത്രയും പറയുന്ന സാധാരണ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നത്. അതിലൊന്നും വലിയ ഒത്തിരി ഹീറോ പരിപാടി കുറച്ചല്ലായിട്ടുള്ളൂ, 10 പടമല്ലേ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ അത് ഹീറോ ആയിട്ടല്ല നമുക്ക് പുള്ളി അതിലൊന്നും ഒരു സിമ്പിൾ. അതെ, അപ്പൊ എല്ലാ ജോണറിലും ട്രൈ ചെയ്യണം എന്നാണ് ആഗ്രഹം. നമുക്ക് പറ്റാത്ത കാര്യങ്ങളും നമുക്ക് അറിയാം, അതുകൊണ്ട് അതിലേക്ക് കൈവയ്ക്കാൻ പോകണില്ല. ഓക്കെ, ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ലെങ്കിൽ തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞ് കളഞ്ഞോ. റൈറ്റേഴ്സിന് ഇവിടെ കിട്ടുന്ന ഇമ്പോർട്ടൻസ് എത്രയാണ്? ഇപ്പൊ പല ഹിറ്റ് പടങ്ങളും ഞാൻ എടുക്കാം, അപ്പൊ നമുക്ക് അതിന്റെ ഡയറക്ടറിനെ അറിയാം, ചിലർക്ക് അതിന്റെ നായകനെ അറിയാം, കുറച്ചുകൂടെ ഉള്ളിൽ പോകുന്നവർക്ക് അതിന്റെ റൈറ്റേഴ്സ് അറിയാൻ പറ്റും. സാധാരണ ഓഡിയൻസ് എത്രമാത്രം റൈറ്റേഴ്സിനെ അറിയണം എന്നുള്ളത് നിർബന്ധമില്ല. റൈറ്റേഴ്സിന് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്? ഞാൻ പറയുന്നത് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, പുറത്തും അറിയപ്പെടുക. ക്രെഡിറ്റ്സിൽ ഡയറക്ടറിന്റെ പേര് വലുപ്പത്തിൽ വരും, പ്രൊഡ്യൂസറിന്റെ പേര് വലുപ്പത്തിൽ വരും, കുറച്ചുകൂടെ ഫോണ്ട് സൈസ് കുറഞ്ഞായിരിക്കും റൈറ്റേഴ്സ് വരിക. ഇത് ഞാനൊരു പ്രേക്ഷകൻ കാണുന്ന രീതിയിൽ പറയുന്ന കേട്ടോ. ഇത് നിങ്ങളെ ഹേർട്ട് ചെയ്യാറുണ്ട്, കാരണം നിങ്ങളുടെ പേനാണ് ജനിക്കുന്നത്. പക്ഷെ പോകുന്നിടത്തോളം അങ്ങനെ കാണുന്നതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരുടെയും പെർസ്പെക്ടീവ്സ് എന്താണ്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ഞാൻ പറയട്ടെ, ഇപ്പൊ ഞങ്ങൾ ചെയ്ത സിനിമകളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങളെ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ 2 സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ടാവാൻ 3 എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനത്തെ ഒരു നമ്മുടെ പ്രൊഡക്ഷൻ ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഡയറക്ടർ ആയാലും ഒക്കെ നമുക്ക് ആ സ്പേസ് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പോസ്റ്ററിൽ പേരുണ്ട്, പക്ഷെ കണ്ടിട്ടുണ്ട് അങ്ങനെയല്ല എന്തെല്ലാം. അപ്പൊ അതുകൊണ്ട് അത് ഡെഫിനറ്റ്ലി നമ്മളെയും കൺസിഡർ ചെയ്യണം. അവര് സിനിമ ഓണാവുന്ന വരെയുള്ളവരല്ല, അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. എനിക്ക് ഇതിനോ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾക്കൊരു സാധനം കിട്ടിയില്ല, ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയാവുന്നത് ആദ്യം തൊട്ട് എപ്പോഴും പിടിച്ച് എല്ലാവർക്കും നിൽക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നം വന്നിട്ടില്ല. അപ്പൊ മേ ബി ഞങ്ങളുടെ ഫസ്റ്റ് പടങ്ങൾ സക്സസ് ആയതുകൊണ്ട് ആ പേരിനൊരു വിലയുള്ളത് കൊണ്ട് നമ്മളുടെ പേരിന് ഇമ്പോർട്ടൻസ് കിട്ടാറുണ്ട്. പക്ഷെ ബ്രോ ചോദിച്ച ചോദ്യത്തിലുള്ള ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പേരിലുപരി പോസ്റ്ററിൽ ഒരു പേര് വെക്കുന്നതിലുപരി ഡയറക്ടർമാർക്ക് വേണ്ടപ്പെട്ട പരിഗണന അല്ലെ അവർ പുറത്തേക്ക് അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി റൈറ്റർമാർ എടുക്കുന്ന സ്റ്റാൻഡേർഡ് അനുസരിച്ചിരിക്കും. ഇപ്പൊ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ചില സിനിമകളിൽ റൈറ്റർമാർ ഡയറക്ടറെക്കാട്ടിൽ പേര് കിട്ടാറുണ്ട്. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂ ഓഫ് ദ റൈറ്റർ. അപ്പൊ ആ റൈറ്റർ എത്രത്തോളം ഇപ്പം നമ്മൾ അതിനു വേണ്ടി പ്രൊജക്ട് ചെയ്യാനോ PR ചെയ്യാനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എഴുത്ത് നല്ലതാണെന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് പ്രേക്ഷകനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഇത് ആരുടെ എഴുതിയത് എന്നൊരാളെ ചോദിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം റൈറ്റേഴ്സ്. ഇപ്പം ബാഹുലിന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ആരാടാ ഈ എക്കോ എഴുതിയേക്കുന്നത് എന്ന് ചോദിച്ച ഒരാൾ വരും. ഇപ്പം കിഷ്കിന്ത കണ്ടുള്ള ആരാടാ ഇത് എഴുതിയേക്കുന്നത് എന്ന് ചോദിച്ചു വരും. അപ്പം ദിഞ്ചിത്തേട്ടൻ അടിപൊളിയായിട്ടാണ് ഈ 2 സിനിമകളും ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ ദിഞ്ചിത്തേട്ടന് കിട്ടുന്ന സ്പേസ് പോലെ തന്നെ ബാഹുലിന്റെ സ്പേസ് കിട്ടുന്ന അവരുടെ ആ ഒരു ക്രിയേറ്റീവ് സ്പേസ് രണ്ടുപേരും തമ്മിലുള്ളത് ജെല്ലാവുന്നത് കൊണ്ടാണ്. അതുപോലെ ചില സിനിമകൾ കഴിയുമ്പോൾ ചെയ്ത് പഠിക്കണം ഇതൊക്കെ ആരുടെ എഴുതിയത് എന്ന് ചോദിച്ചും വരാറുണ്ട്. അപ്പൊ ആ തെറി കിട്ടുന്നത് കൊണ്ട് തന്നെ നല്ലത് വരുമ്പം ഇതും സംഭവിക്കാറുണ്ട്. അത് ഭയങ്കര നല്ല കാര്യമാണ്. ഇപ്പൊ ഈ മധുവിധുവിന്റെ കുറച്ച് റിവ്യൂസിൽ നേരത്തെ പടം ഓടുന്നതാണ്. അപ്പൊ എന്തോ തിയേറ്ററിൽ ഓടുന്ന പടം എഴുതുന്നവന്മാരാന്ന് നമ്മളെ അറിയാത്ത ആളും, ഇപ്പൊ നമ്മൾ അറിയുന്ന കൂട്ടുകാർ ഒബ്വിയസ്ലി ഉണ്ട്, അറിയാത്ത ആളുകളും ഇത് നോക്കിയിട്ട് പറഞ്ഞിട്ട് എഴുതുമ്പോ അതിലൊരു സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ ഒരു റൈറ്റേഴ്സ് വേൾഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ഇവിടെ. ഡയറക്ടേഴ്സ് വേൾഡ് വരുന്നതിന്റെ കൂട്ട് അതൊന്നും പറ്റില്ല. മേ ബി അതുകൊണ്ടായിരിക്കാം ഒരുപാട് നമ്മുടെ ലെജൻഡറി റൈറ്റേഴ്സ് എല്ലാം പതുക്കെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ളൂ. എന്തുകൊണ്ട് പറ്റില്ല? അത് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നോംസും സിസ്റ്റം ഒക്കെ അങ്ങനെയല്ലേ. നമ്മളിപ്പം സിസ്റ്റത്തിനോട് പോരാടിക്കൊണ്ട് നേരിട്ട് ജയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഫൈനൽ കോൾ എപ്പോഴും ഒരു ഡയറക്ടർ രീതിയിലാണല്ലോ വരുന്നത്. അപ്പൊ തുടങ്ങുന്നത് റൈറ്ററിൽ നിന്നായിരിക്കാം, പക്ഷെ സിനിമ എൻഡ് ചെയ്യുന്ന അതിന്റെ ഒരു ഷൂട്ടിംഗ് പ്രോസസ് ഉള്ളത് ഡയറക്ടറുടെ കയ്യിലായതുകൊണ്ട് അപ്പൊ ഡയറക്ടർ തന്നെയാണ് വരുന്നത്. അത് തന്നെയാണ് അതിന്റെ ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എഴുതി വെക്കുന്ന ഒരു സാധനത്തിനെ 10 ഇരട്ടി മേളിൽ കൊണ്ടുപോകുന്ന ഡയറക്ടർക്ക് പറ്റാറുണ്ട്. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഉസ്താദ് ഹോട്ടൽ കാണുമ്പോൾ ഞാൻ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവാറുണ്ട്. ഇതിന്റെ റൈറ്ററാണോ മികച്ചു നിൽക്കുന്നത്, ഇതിന്റെ ഡയറക്ടറാണോ മികച്ചു നിൽക്കുന്നത്? കാരണം അതിഭയങ്കരമായി പഞ്ചലി മാം എഴുതിയൊരു സാധനത്തിനെ
അൻവർ റഷീദ് എന്ന് പറയുന്ന ഒരു പക്ഷെ എത്ര പേർക്ക് അറിയാം ഉസ്താദ് ഹോട്ടൽ എഴുതിയ അഞ്ജലി മേനോനാണ്? അല്ല ഞാൻ പറഞ്ഞത് അത് അറിയണോ വേണ്ടയോ എന്നുള്ള സാധനം ഇത് ശ്രദ്ധിക്കുന്നവർക്ക് അറിയാമായിരിക്കും. അല്ലാതെ തന്നെ ഇവിടുത്തെ റൈറ്റേഴ്സ് അങ്ങനെ രീതിയിൽ പോവാറില്ലല്ലോ. സിനിമ റൈറ്റേഴ്സ് അങ്ങനെ ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടണം എന്ന ആൾക്കാരൊന്നും ആണെന്ന് തോന്നുന്നില്ല കേട്ടോ. ബേസിക്കലി നമ്മൾ എഴുതുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞാൽ മതി ഇല്ല. ഞാൻ ചോദിക്കുന്നത് ഇത് ആഘോഷത്തിന്റെ പരിപാടിയല്ല. ഞാൻ പറയുന്നത് ഇപ്പൊ ചിലയിടത്ത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും കഴിഞ്ഞിട്ട് റൈറ്ററിന്റെ പേര് പോസ്റ്ററിൽ വരുന്നത്. അതൊക്കെയാണ് നേരത്തെ പറഞ്ഞ കാര്യം. അതൊക്കെ മോശം പ്രവണത. ഞാൻ പറയുന്നത് ഈ ഒരു ഹൈറാർക്കി പരിപാടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഹൈറാർക്കി തെറ്റും ചില സ്ഥലങ്ങളിൽ സിനിമ തുടങ്ങി കഴിയുമ്പം ഒരസലുകൾ സംഭവങ്ങൾ സംഭവിക്കുമ്പോഴാണ് പതുക്കെ പതുക്കെ ഇത് മാറി മാറി പോകുന്നത്. അല്ലാണ്ട് അതിനകത്തൊരു പ്രശ്നം വരേണ്ടതില്ല. റൈറ്റർ അവന്റെ വാല്യൂ കീപ്പ് ചെയ്ത് ഡയറക്ടർ ചോദിക്കുന്ന ചോദ്യത്തിന് 10 മറുപടി അവന്റെ ഉണ്ടെങ്കിൽ ഡയറക്ടർ അവന് വാല്യൂ കൊടുത്തേ പറ്റൂ. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റാത്തടത്ത് ചിലപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടും ചിലപ്പോൾ ഇത് സംഭവിക്കാം. ഈഗോ പ്രശ്നങ്ങളുള്ളടത്ത് സംഭവിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞില്ല, നമ്മൾക്കൊരു സ്റ്റാൻഡ് ഉണ്ട്. നമ്മൾക്ക് പറയുന്നതിൽ നമ്മൾ ക്ലിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി തരാൻ നിർബന്ധിതരാവും. അപ്പൊ അങ്ങനെ അത് വാങ്ങണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവന്റെ മെറിറ്റ് കൊണ്ട് ഇവന്റെ പേര് വെച്ചേ പറ്റൂ എന്നൊരാൾ ചിന്തിക്കുന്നിടത്താണ് നമുക്ക് ഈ സാധനം ഉള്ളത്. അപ്പൊ ഇവന്റെ പേര് വെക്കുന്നതുകൊണ്ട് വാല്യൂ ഉണ്ട്, ഇവന്റെ പേര് വെക്കുന്നതുകൊണ്ട് ഗുണമുണ്ടെന്ന് ചിന്തിച്ചിട്ട് വെച്ചോട്ടെ. ഇപ്പൊ ഈ സിനിമയിലെ ഇപ്പൊ ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളെ എഴുതി കൊടുത്ത് പോകുന്ന ആൾക്കാരല്ല. ഈ സിനിമ ഷൂട്ടിങ്ങിനായാലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആയാലും അതിന്റെ പ്രൊമോഷൻ ആയാലും ഒക്കെ ഞങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണ്. അത് പുറത്തേക്ക് പേര് കിട്ടണം അതൊന്നുമല്ല. അത് ഞങ്ങളുടെ എവിടെയാണോ നമുക്ക് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക അത് 100% നിൽക്കുന്നതാണ്. അല്ലാണ്ട് ഒരു സിനിമ എഴുതി കൊടുത്തു അല്ലെങ്കിൽ പൈസ മേടിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ല. നമ്മുടെ പാഷനാണത്. അത് നമ്മുടെ കുഞ്ഞല്ലേ. സീനിയർ റൈറ്റേഴ്സ് പലരും പറഞ്ഞിട്ടുണ്ട് സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അത് ചിലരുടെ രീതിയായിരിക്കാം. നമ്മുടെ രീതി അന്നാന്ന് എഴുതി കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചവരുണ്ട്. പക്ഷെ അതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള സിനിമ ഒരു ഡയറക്ടറുടെ കയ്യിൽ ഏൽപ്പിക്കുക, പ്രൊഡക്ഷന്റെ കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതന്നെ ഏറ്റവും വലിയ കാര്യം. കാരണം ഇത് എങ്ങനെയാ ചേഞ്ച് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ടീമിന്. അപ്പൊ അതിന്റെ ക്ലാരിറ്റി അത് ഭയങ്കരമായിട്ട് നമ്മളെ പല കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇൻഡസ്ട്രിയിലേക്ക് പുതുതായിട്ട് വരുന്ന ഒരു തിരക്കഥാകൃത്തിന് എന്തുമാത്രം പ്രതിസന്ധികളുണ്ടാവും? ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഹിറ്റോടെ നിങ്ങൾ ചെയ്ത് നിൽക്കുന്നവരാണ്. നിങ്ങൾ അങ്ങനെ ഒരു ഫെയിലിയർ ഫേസ് ചെയ്തിട്ടില്ല, ഇൻഷാല്ലാ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു റൈറ്ററിന് ഡയറക്ടറിനല്ല, ഒരു റൈറ്ററിന് ഇൻഡസ്ട്രിയിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ, ഒരു ന്യൂ റൈറ്ററിന് സ്റ്റെപ്പ് ചെയ്യാൻ എന്തൊക്കെ ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും? ഫസ്റ്റ് ചലഞ്ച് നമ്മൾ ചിന്തിച്ചാൽ റൈറ്റർക്ക് ഡയറക്ടറെയും കൺവിൻസ് ചെയ്യണം, ഒരു ഹീറോയിനെയോ പ്രൊഡ്യൂസറിനെയോ കൺവിൻസ് ചെയ്യണം. സോ പടം ഓണാവണം, ഒന്നെങ്കിൽ ഹീറോ വേണം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വേണം. റൈറ്ററുടെ ചലഞ്ച് അതിനു മുമ്പ് ഒരു ഡയറക്ടറെയും കൺവിൻസ് ചെയ്യണം. ഡയറക്ടർക്ക് ആ ഒരു സ്റ്റെപ്പ് കുറവാണ്. ഒരു പ്രൊഡ്യൂസറെ ഒരു ഹീറോയിനെ കൺവിൻസ് ചെയ്താൽ മതി. സോ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമാണ്. ഈവൻ പടം ചെയ്ത ഞങ്ങളാണെങ്കിൽ പോലും നമ്മൾക്ക് ഇപ്പോഴും ഒരു വലിയ ഡയറക്ടറോട് വർക്ക് ചെയ്യണം, ഒരു ഭയങ്കര ഹിറ്റ് അടിച്ച ഒരു ഡയറക്ടറോട് വർക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ ആദ്യം ആ ഡയറക്ടറെ കൺവിൻസ് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഇവിടെ ഇറക്കി കിടക്കുന്നില്ല. ആ ഒരു ഗ്യാപ്പ് ഭയങ്കരമാണ്. ഇപ്പൊ നമ്മൾ അവരിലേക്ക് എത്താൻ ഞാൻ പറഞ്ഞ ഇപ്പൊ നമുക്ക് എത്താൻ പാടുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പുതിയൊരാൾക്ക് എത്താൻ പാടായിരിക്കും. പുതിയൊരാൾക്ക് എത്ര പേരിലേക്ക് ഇപ്പം നമ്മളെല്ലാം സിനിമ ചെയ്യുന്ന സമയത്ത് ഏത് വലിപ്പമുള്ള ഡയറക്ടറിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് ഓണാക്കാൻ കപ്പാസിറ്റി ഉള്ള ഡയറക്ടറിലേക്ക് എത്തും എന്ന് പറയുന്ന ഒരു ഭയങ്കര കോളാണ്. ഇപ്പൊ എനിക്കും നമുക്കും എല്ലാം ഈ 2 സിനിമകൾ വന്നു ഒത്തിരി കോളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ കോളുകളിൽ നിന്നും ഒരു റൈറ്റ് കോൾ ചൂസ് ചെയ്തിട്ട് ഒരു റൈറ്റ് ഡയറക്ടറുമായി നമ്മൾ പിച്ചായി സെറ്റായി വരിക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ചലഞ്ചാണ്. അതൊരു എന്താ പറയുക, ഒരു തന്ത്രപരമായ കോളാണ്. എന്നിട്ടും നമ്മൾ പോയി പാളി പോകാറുണ്ട്. എന്ന് വെച്ചാൽ ചില സമയത്ത് പോയിട്ട് ഈ പറയുന്ന സ്റ്റെപ്പുകൾ കടക്കാൻ കഴിയാതെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഇതൊരു ജെന്യുവൻ പ്രോസസ് ആണ്. പുതിയൊരു റൈറ്ററെ സംബന്ധിച്ചോളം ബ്രോ ചോദിച്ച ചോദ്യത്തിന്റെ എക്സാക്ട് ഉത്തരം എന്ന് പറയുന്നത് അയാൾക്ക് ഒരു എക്സ്ട്രാ കടമ്പ് കൂടി കടക്കാനുണ്ട്, ഒരു ഡയറക്ടർ എന്നൊരു കടമ്പ് കൂടി കടക്കാനുണ്ട്. കാരണം ഒരു ഡയറക്ടർ എന്ന് പറയുന്ന ആള് ഒന്നെങ്കിലും ഒരു സിനിമ അസോസിയേറ്റ് ആവാം, അസിസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലുമൊക്കെ വർക്ക് പുറത്ത് കാണിച്ചിട്ടുള്ള ആളായിരിക്കണം. റൈറ്ററെ സംബന്ധിച്ചോളം വേറെ ആയിട്ട് കാണിക്കാൻ ഒന്നുമില്ല, കയ്യിലുള്ള ഒരു ബൈൻഡഡ് സാധനം മാത്രമേ ഉള്ളൂ. സോ അവിടെയുള്ള ആ ഒരു ചലഞ്ച് ഭയങ്കരമാണ്. ഇതിനെ വിശ്വസിക്കണം, പറഞ്ഞ 150 പേജ് ഒരാൾ വായിക്കണം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലര് നന്നായിട്ട് എഴുതും, ചിലർക്ക് പറയാൻ പറ്റില്ല, ചിലർ നന്നായിട്ട് പറയാം, എഴുത്തിലൊന്നും ഉണ്ടാവില്ല. സോ ഈ സാധനങ്ങളെല്ലാം കടക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ചിലര് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇവൻ നറേറ്റ് ചെയ്തപ്പോ എന്തൊക്കെയുള്ളൂ തോന്നി, പക്ഷെ എഴുതി വന്നപ്പോ ഒന്നുമില്ല. നമുക്ക് ആ ജഡ്ജ്മെന്റ് എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതിന്റെ ഉൾട്ടാ സൈഡും ഉണ്ട്. ഇപ്പൊ പ്രിയൻ സാറ് രേവതി മേഡം ആണെന്ന് തോന്നുന്നു ഇപ്പോഴും പണ്ട് പറഞ്ഞൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട്. പ്രിയൻ സാറ് കഥ പറയാൻ അത്ര മിടുക്കനല്ല എന്ന് കേട്ടിട്ടുണ്ട് ആ സമയത്ത്. അതായത് ഇതും ചിത്രം എന്തോ സിനിമയാണെന്ന് തോന്നുന്നു, രേവതി മേഡത്തിന്റെ കഥ എന്തോ പറഞ്ഞപ്പോ എന്തോ കിട്ടാഞ്ഞിട്ടാണ് പിന്നെ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല എന്നെ വിളിച്ചാൽ നിന്നിട്ടാണ് കിലിക്കൻ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല എന്റെ ജനുവിറ്റി. ഞാൻ പറഞ്ഞ എല്ലാവരും നല്ല നറേറ്റേഴ്സ് ആവണമെന്നില്ല. ഇപ്പൊ ഭയങ്കരമായ വിഷൻ മനസ്സിലുള്ള ഒരാൾ പ്രിയൻ സാറിനെ പോലുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച സംവിധായകൻ ചിലപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് പറയാൻ പറ്റണമെന്നില്ല.
പക്ഷെ പുള്ളിയുടെ ഉള്ള ഒരു ടാലന്റും സാധനം വേറൊരാളുടെയിലും ഇല്ല. അപ്പോൾ ചില റൈറ്റേഴ്സിന്റെ സൈഡിൽ വരുവാണെങ്കിൽ ചിലർ അങ്ങനെയാണ്. പ്രിൻസ് റൈറ്റർ ഡയറക്ടറാണ്, അപ്പൊ ചിലപ്പോൾ ആ പേരിൽ വിശ്വസിച്ച ആളുകൾ പോകാന്നുള്ളതേ ഉള്ളൂ. പ്രിൻസ് സാറിനെ നോക്കാൻ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നതിന്റെ കൂട്ട് ഈ ചില റൈറ്റേഴ്സ് കഥ പറയുമ്പോൾ നമ്മളുടെ അടുത്താണെങ്കിലും ചിലർ കഥ പറയുമ്പോൾ ഭയങ്കരമായി അവർക്ക് കഥ പറയാൻ ബുദ്ധിമുട്ടുന്നുണ്ടാവും. പക്ഷെ ഭയങ്കരമായിട്ട് സ്പാർക്ക് അവരുടെ കഥയിലുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ സ്ക്രിപ്റ്റിലുണ്ടാവും. തിരിച്ചുകൊണ്ട് ഭയങ്കരമായിട്ടൊന്ന് കഥ പറയും. പക്ഷെ ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അത് രണ്ടും അനുസരിച്ചാണ് ഇവിടെ ഉണ്ടാവുന്ന നല്ല സിനിമകളും ചീത്ത സിനിമകളും എന്ന് വിശ്വസിക്കുന്നു. അല്ല, പല രീതിയിലായിരിക്കും. ചിലപ്പോ നമ്മളോട് 10 മിനിറ്റിൽ പറയാൻ പറയും, 2.5 മണിക്കൂർ. പല രീതിയിൽ ഞങ്ങള് ഒക്കെ 10 മിനിറ്റ് അല്ലെങ്കിൽ ചിലപ്പോ പ്രൊഡക്ഷൻ ആയിരിക്കാം. എങ്ങനെയായാലും 10 മിനിറ്റിലൊക്കെ പറയേണ്ടി വരും. ലോഗ് മാത്രം കേൾക്കാന്നുള്ളതാണോ? അത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മധു ഇത് കണ്ടതല്ലേ, ആ സിനിമേനെ നമുക്ക് 10 മിനിറ്റിൽ എങ്ങനെയാ പറയാൻ പറ്റുക അല്ലേ? അതിന്റെ രസം കിടക്കുന്നത് അതിന്റെ ഓർഡറിൽ പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില സമയത്ത് അപ്പൊ അത് പറയാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ചാൻസ് കട്ടായി. അല്ല, ഈ പുതിയ റൈറ്റേഴ്സിന് ഏറ്റവും വലിയൊരു ചലഞ്ച് അതായിരിക്കും. അയാൾ 10 മിനിറ്റിലും കഥ പറയാൻ പഠിക്കണം, ചിലപ്പോൾ 2 മിനിറ്റിലും കഥ പറയാൻ പഠിക്കണം, ചിലപ്പോൾ അയാൾ 2 മണിക്കൂർ കൊണ്ടും പറയാൻ പഠിക്കണം. ഈ എല്ലാ ടൈപ്പ് രീതിയിലും കഥ പറയാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ചലഞ്ചാണ്. അതൊരു ഐറ്റം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ 10 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടും 1/2 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും ഒരു കഥ പറയാൻ പഠിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്കില്ലാണ്. അത് പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ ആദ്യം കഥ പറയുന്നത് ഏറ്റവും വലിയ മനുഷ്യന്റെ മുമ്പില്, മമ്മൂക്കയുടെ മുമ്പില്. അപ്പൊ ഞാനിപ്പോ നമ്മള് സംസാരിക്കുന്ന പോലെ തന്നെ പറയാൻ പറ്റിയിട്ടുണ്ട്, നമുക്ക് അങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്നോട് ആ ചേട്ടൻ ചോദിച്ചിട്ടുണ്ട്, എടാ നിനക്ക് പേടിയൊന്നും തോന്നിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ലാസ്റ്റ് ചാൻസാ. മമ്മൂക്കയുടെ പോലത്തെ ഒരാളുടെ മുമ്പിൽ എനിക്ക് കിട്ടും, അവിടെ ഞാൻ പേടിച്ച തീർന്നു അല്ലേ? അപ്പൊ ഇപ്പോഴും അതേ ഇതിൽ തന്നെയാ പോകുന്നത്. അപ്പൊ ചില സമയങ്ങളിൽ ഞങ്ങൾ നേരിട്ടിട്ടുള്ളത്, നമ്മൾ കഥ പറയുന്നത് മുമ്പിലത്തെ ആള് ശ്രദ്ധിക്കില്ല, അയാൾ വേറൊരു രീതിയിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഞാൻ കേട്ടോണ്ട് മമ്മൂക്ക നിങ്ങൾ നറേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് മമ്മൂക്കയാണെങ്കിൽ നിങ്ങളിലേക്ക് ശ്രദ്ധ തരില്ല, പുള്ളി വേറെയാ നോക്കുന്നത്. പക്ഷെ എല്ലാം ശ്രദ്ധിക്കും. പുള്ളി പറഞ്ഞു ഫസ്റ്റ് അതേ രീതിയിലായിരുന്നു നറേഷൻ പോയത്. അതെ, പുള്ളി നമ്മളോട് പറഞ്ഞു ആദ്യം തന്നെ, എന്നെ നോക്കണ്ട, നീ പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാ പറയുന്നേ. അപ്പൊ എന്റെ ഭാഷ തൃശ്ശൂർ ഭാഷയാണല്ലോ. പുള്ളി മൊബൈലൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ കിടക്കുന്നുണ്ട് മമ്മൂക്ക ഇതല്ലേ കോച്ചില്, ശ്രദ്ധിക്കുന്നേ ഇല്ല. അല്ല, ഒന്നിടപെടെയാണ്. എനിക്ക് അറിയേണ്ട ഒരു ചോദ്യമുണ്ട്. ഷൈലോക്ക് കണ്ടോണ്ടിരുന്നപ്പോ ആലോചിച്ചത് എല്ലാം മറ്റേ റെഫറൻസുകളാണോ? ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഡയലോഗുകൾ, സീൻസ്, വേറെ ഡയലോഗ്സ്, റെഫറൻസ് പോയിന്റുകളാണല്ലോ. ഇപ്പം ഈ ഡയലോഗ് റെഫറൻസ് എങ്ങനെയാണ് മമ്മൂക്കെ പറഞ്ഞു ചെയ്യിപ്പിക്കുക? അതായത് ഇത് ഈ വേണ്ടിയൊന്നുമില്ല, മമ്മൂക്കൊക്കെ അറിയാലോ, പുള്ളിക്ക് അതിന്റെ ചാൻസ്. ഇവിടെ ഏറ്റവും പുതിയ ഇറങ്ങിയ ഭരതനാട്യം മോഹിനിയാട്ടം കണ്ടിട്ട് അതിന്റെ ടീമിനെ ഒരു അപ്രീഷിയേറ്റ് ചെയ്യാൻ സമയമുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റാറാണ് അദ്ദേഹം. നമ്മളൊന്നും പഠിക്കുന്ന കാര്യമില്ല. അതായത് സിനിമയെ കുറിച്ച് നമ്മളെക്കാട്ടിലും അപ്ഡേറ്റഡ് ആണ് അദ്ദേഹം. അത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയും, യൂത്തിന്റെ പ്രസ് മീറ്റിൽ ഒരു പയ്യൻ പറഞ്ഞത് മമ്മൂക്ക കോട്ട് ചെയ്തില്ലേ, ഞാൻ പറഞ്ഞു മമ്മൂക്ക അത്ര അപ്ഡേറ്റഡ് ആണ്. ഒരു യൂത്തിന് വലിയ വിജയമായത് അതിന് നല്ലൊരു അതൊക്കെ കാണാനും, ഞാൻ പറഞ്ഞ എല്ലാ പുതിയ തലമുറയിലെ വരെ കാണാനും പഠിക്കാനും എനിക്കറിയാവുന്ന 1-2 വെരി ക്ലോസ് പുതിയ ഡയറക്ടേഴ്സ് വരെ പറഞ്ഞിട്ടുണ്ട്, മമ്മൂക്ക വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മമ്മൂക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പടം കണ്ടിട്ട്. ഓക്കെ, ആ പടം മമ്മൂക്ക കണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ? അത് ഭയങ്കര നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത ലെവലിലുള്ള ഒരു മനുഷ്യനാണ്. ശരിക്കും ഈ ഷൈലോക്ക് ഫസ്റ്റ് ആ ഡയലോഗിൽ മമ്മൂക്ക കഥ കേൾക്കാൻ തയ്യാറായി. അതായത് അതിലൊരു വരി പറഞ്ഞപ്പോഴായിരുന്നു, അത് മധുരരാജ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇന്റർവെൽ ഫൈറ്റ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ അത്രയും തിക്കും തിരക്കും പുള്ളിയും വയലും പരിപാടിയും ഫൈറ്റും മറ്റേ ആ തൂക്കിയിട്ടിട്ടൊക്കെ ഇടിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇത് വന്നിട്ട് ആ സമയത്ത് ജസ്റ്റ് പുള്ളി ചോദിച്ചു, എന്താണ് എന്റെ ക്യാരക്ടർ എന്താന്ന് മാത്രം ഫസ്റ്റ് ചോദിച്ചേ. അപ്പൊ നമ്മള് പറഞ്ഞു, സിനിമയ്ക്ക് പൈസ കൊടുക്കുന്ന ആളാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, പലിശക്കാരനാണോ? അത് ഞാൻ ഓൾറെഡി ചെയ്തതല്ലേ എന്ന് ചോദിച്ചു. അല്ല, ഇയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ പുള്ളിക്ക് ചാൻസ് കിട്ടിയില്ല. അതുകൊണ്ട് പുള്ളിയുടെ ദേഷ്യം തീർക്കണത് ഈ പൈസയും കൊടുത്ത് വിരമൊക്കെ കയറിയിട്ടാണ്. ആള് കയറി സെറ്റി കയറി നേരങ്ങുന്ന് പറഞ്ഞു. അപ്പൊ ചിരിച്ചു. ഓ ഓക്കെ അങ്ങനെ അതായിരുന്നു ഫസ്റ്റ്. വേറെ ദിവസം കേൾക്കാം എന്ന് വയ്യ എന്ന് പറഞ്ഞു, പിന്നെ പിടിക്കാം എന്ന് പറഞ്ഞു. പിന്നെ പിടിച്ചത് മൊത്തം കേട്ടു. അപ്പൊ ഈ പറഞ്ഞതാണ്, ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നും, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കഥ കഴിഞ്ഞിട്ട് ഞങ്ങളെ ഒരു ഇരിപ്പിരിപ്പിക്കും, മിണ്ടുന്നില്ല, എല്ലാം കഴിഞ്ഞു ഇരുന്ന്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ട മുമ്പില് പുള്ളി അവിടെ അന്ന് ടിക്ടോക്ക് ഉണ്ടല്ലേ, ടിക്ടോക്ക് പോയിട്ടില്ല എന്നുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ എല്ലാ ചാൻസും കിട്ടാനൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വേറെ കഥകളൊക്കെ പറയാ. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എണീക്കാൻ നിൽക്കുമ്പോ എന്നാ പോട്ടെ എന്ന് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ എന്താ തിരക്ക് എന്ന് വെച്ചു. ആ തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ പടത്തിന്റെ ക്യാമറമാൻ ആരാന്നാണ് ചോദിക്കുന്നത്.
Okay. അല്ലാണ്ട് കഥ ഇഷ്ടപ്പെട്ടു എന്നോ. ആ, നല്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മളവിടെ തന്നെ ക്യാമറമാൻ ആരാ, Okay. അവിടെ നിന്നാണ് ഷൈലോക്ക് ഉണ്ടാവുന്നത്. Okay. കൊള്ളാം. രസമല്ലേ? ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞോണ്ടാ ചോദിക്കണേ. ഓ, ആ. അരമണിക്കൂർ. അതുവരെയും വേറെ കാര്യങ്ങൾ പറയോ, Okay. മേ ബി റാഗ് ചെയ്തതായിരിക്കും. ആയിരിക്കും. എപ്പോഴാ മൊമെന്റ് പറയുമ്പോ കണ്ണില് തിളക്കമുണ്ട്. അയ്യോ ആളുടെ കഥകൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കഥ പറയാം. നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, മധുവിധുവിലേക്ക് വരുമ്പോ ഈ പടത്തിന്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ 4 ദിവസം കൊണ്ട് 5 കോടി അടുപ്പിച്ച് കളക്ഷൻ ഒഫീഷ്യൽ പോസ്റ്റർ കണ്ടിട്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ആഞ്ഞിലിമൂട്ടിൽ തറവാടെന്ന് എപ്പോഴും ഈ പടത്തിൽ പറയുന്നുണ്ട്. അത് നിങ്ങൾ മനഃപൂർവ്വം വെച്ചാണോ? കാരണം ലൈക്ക് നമ്മള് മനസ്സിലായി ഇത് ആഞ്ഞിലിമൂട്ടിൽ തറവാടാണ് എന്ന് നിങ്ങളിത് ലൈക്ക് ഇത് റിപ്പീറ്റഡ്ലി ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ. ഈ നമ്മുടെ സ്വയം പൊങ്ങലല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോ കുടുംബത്തിന്റെ പേര് പറയുന്ന ആളുകൾ ക്യാരക്ടറാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ നമ്മൾക്കൊരാളെ ഇഷ്ടപ്പെടുത്താനോടുള്ള ഒരു വഴിയാണ്. ഇപ്പം തലയിൽ അത് ഫീഡ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇപ്പൊ ആ പടം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരാൾ വേറെ എന്ത് പറഞ്ഞാലും അഞ്ഞിലിമൂട് എന്നുള്ള പേര് മറക്കത്തില്ല. അഞ്ഞിലിമൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേരൊന്നുമല്ല, പക്ഷെ ആ പടത്തിനുള്ള മൂഡില് അങ്ങനെ ഒരു നാട്ടില് അങ്ങനെ ഒരു വീടുണ്ടെന്നുള്ള ആൾക്കാരുടെ തലയിൽ ആ വീടാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. ഇപ്പൊ അതിന്റെ ഒരു തിരക്കഥാ പാറ്റേൺ നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് കൂടുതലും വീട്ടിലാണ്, സെക്കൻഡ് ഹാഫിലും കുറെ സീൻസ് വീടുണ്ടെങ്കിലും പിന്നെ മാറി മറിഞ്ഞൊക്കെ വന്ന് കല്യാണം പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും കൊണ്ട് വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞ ആളുകൾ ഇഷ്ടപ്പെട്ടത് ആ വീടിനെയാണ്. എന്തുകൊണ്ടാണ് സിനിമ വീട്ടിൽ എൻഡ് ചെയ്യേണ്ട ആവശ്യമെന്ന് വെച്ചാൽ സിനിമ വീട്ടിൽ എൻഡ് ചെയ്യാൻ നമുക്ക് എൻഡ് ചെയ്യാനും, പക്ഷെ ആളുകൾ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത് ആ വീടിനെയാണ്. ആ വീട്ടിൽ തന്നെ കണ്ടു കേട്ടെന്ന് അവസാനിക്കുന്നുള്ളതുകൊണ്ടാണ് വീടിന്റെ മുറ്റത്ത് വീണ്ടും അപ്പൊ ഈ പറയുന്ന പേര് ഉപയോഗിക്കുന്നതും അതിന്റെ ഒരു ഭാഗമാണ്. ഒരു എന്താ പറയുക, നമ്മൾ ഇൻഡയറക്ട്ലി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണെന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുന്ന ഒരു സാധനമാണ്. ചില കാര്യങ്ങൾ ഇച്ചിരി കൂടുതൽ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് ആൾക്കാരുടെ തലയിൽ ഇറങ്ങുമ്പോ കിടന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇപ്പൊ ആ പേര് വെച്ചിട്ട് തന്നെ പോസ്റ്റുകൾ വരുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ നമ്മള് ടൈറ്റിൽ കാർഡ് കാണിക്കണത് ഫോട്ടോ എടുത്തിടുന്നില്ലേ? അത് ആ ടൈറ്റിൽ കാർഡ് വെച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അത്രയും സാധനം മിസ്സായി. നമ്മളോട് ചോദിച്ചായിരുന്നു ലാസ്റ്റ് വെച്ചാൽ പോരെ മധു ഇതു എന്നുള്ള ടൈറ്റില് 1-2 പേര് ചോദിച്ചായിരുന്നു. ഈ പറയുന്ന നമ്മുടെ ആ ഭാഗത്തോടൊക്കെ പോവാണെങ്കിൽ കൂടുതലായിട്ടും ഈ ആഞ്ഞിലിമൂട്, വരിക്കപ്ലാമൂട് എന്നൊക്കെ പറയുന്നതിന്റെ കൂട്ട് മുറ്റത്തൊരു ആഞ്ഞിലി ഉണ്ടായിരുന്നോണ്ടായിരിക്കുമല്ലോ ആഞ്ഞിലിമൂട്ടിൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള രീതിയിലുള്ള പേരുകളാണ് കൂടുതലും ഉള്ളത്. അപ്പോ അങ്ങനെ യൂട്യൂബിൽ തന്നെ അയ്യോ ആഞ്ഞിലിമൂട് ഞങ്ങൾക്കുള്ള പണിയാണല്ലോ എന്നൊക്കെ ഓരോരുത്തർ കമന്റ് ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ ഫാമിലി നെയിം ആഞ്ഞിലിമൂട്ടിലാണ്. ഇതൊന്നും അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നുണ്ട്. പടം കണ്ട് റിയാസ്ക ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് എന്നെ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പിന്നെ അടിപൊളിയടാ ഞങ്ങളെ വീട്ടും പേരാണ് ഇത്രയും പരിചയമുള്ള വീട്ടുപേര് നമുക്ക് അറിയില്ല. അത് ആഞ്ഞിലിമൂട്ടിൽ നിന്നാണ്. ആഞ്ഞിലിമൂട്ടിലല്ല 1500 കുടുംബുണ്ടെന്ന്. ഓ, ഈ പേര് അവരതിന്റെ വലിയ കൂട്ടായ്മയും കാര്യം. എന്നിട്ട് അടുത്ത പരിപാടിക്ക് ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് വരണം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ശരിക്കും? അയ്യോടെ അടിപൊളിയാണ്, കുഴപ്പമില്ല. കുടുംബയോഗത്തിന് വിളിച്ചിട്ട് ഇനിയുള്ള വഴി. ഇപ്പം ഹ്യൂമർ ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഏറ്റവും ടഫ് എന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ പേപ്പറിൽ എഴുതി വെക്കുന്ന സാധനം ചില ആർട്ടിസ്റ്റുകൾ ഡെലിവർ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അല്ലല്ലോ നമ്മൾ എഴുതിയത് ഉദ്ദേശിച്ചത് നിന്ന് പോലും ഹിറ്റ് ചെയ്ത മൊമെന്റ്സ് ഉണ്ടാവാം. എന്നാ നേരെ മറിച്ച് ഇത് എഴുതിയതിനേക്കാളും മുകളിൽ ആർട്ടിസ്റ്റ് ഡെലിവർ ചെയ്യുമ്പോൾ ഇതിന് ഇങ്ങനെയും ഒരു ചെയ്യാമോ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മീറ്റർ എങ്ങനെയാണ് നിങ്ങൾ പിടിക്കുന്നത്? ലൈക്ക് എഴുത്തിലൊക്കെ അത് നമ്മൾ റെൻഡർ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക. എഴുത്തിൽ തന്നെ നമ്മൾ പറഞ്ഞാണല്ലോ എഴുതുന്നത്. അതായത് ഇത് പേപ്പർ എഴുത്തെന്നുള്ളത് ഒരു ടൂള് മാത്രമാണ്. നമ്മളിത് ഇത് എങ്ങനെയായിരിക്കും അയാൾ പറയുന്നത്, ഈ ടോണിലായിരിക്കും പറയുന്നതെന്ന് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ കഥ പറയുന്നത്. നമ്മളൊരു ഡയറക്ടർ അടുത്ത് കഥ പറയുന്നത് അങ്ങനെയായിരിക്കും. അപ്പുറത്തോട്ട് ഡയറക്ടർ തലയിൽ അത് കയറും. അതിലെന്തെങ്കിലും ഒരു എക്സ്ട്രാ അഡീഷൻ ഉണ്ടെങ്കിലാണ് ഡയറക്ടർ അതിന് വേറൊരു വേർഷൻ ഇങ്ങനെ പറഞ്ഞാൽ പോരാടാൻ ചോദിക്കുന്നത്. പിന്നെയാണ് നമ്മൾ ആർട്ടിസ്റ്റ് അടുത്ത് പോകുന്നത്. അപ്പൊ ആർട്ടിസ്റ്റ് അടുത്ത് പോകുമ്പോൾ ഞങ്ങളും ഡയറക്ടറും അലൈനായി. അപ്പൊ പിന്നെ ആർട്ടിസ്റ്റ് അടുത്ത് നമ്മൾ പറയുന്നത് ഇത് തന്നെയാണ്, ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെയാണ്. ചിരിക്കുമ്പോ ഈ മീറ്റർ ചിരി മതി, അല്ലെ പൊക്കുമ്പോ ഈ മീറ്റർ മതി, അല്ലെങ്കിൽ ഡയലോഗ് പറയുമ്പോ ഒരു നാണത്തോടെ പറയണം, അല്ലെങ്കിൽ ഡയലോഗ് പറയുമ്പോൾ ഒരു ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിട്ട് പറയണം എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി അലയുണ്ടായി. ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി, ഇതാണ് വർക്ക് ആവുന്നതെന്ന് ഞങ്ങളുടെ ഡിസ്കഷൻസിൽ ഒരു തീരുമാനം എത്തിയിട്ടാണല്ലോ ഈ സെറ്റിൽ എത്തുന്നത്. ഞങ്ങൾ ഈ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഭയങ്കര കോൺഫിഡന്റ് ആണ്, നമ്മളത് പറഞ്ഞെടുത്ത് വിജയിച്ചിട്ടുണ്ടോ അല്ല നമുക്ക് പറയുന്നിടത്ത് ചെയ്യാം. അപ്പൊ പിന്നെ വരുന്ന ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് ആ ആർട്ടിസ്റ്റിന്റെ സ്റ്റൈലിൽ നമ്മുടെ സാധനം പറയിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അസീസ് നെടുമങ്ങാട്, അസീസൊക്കെ ആണെങ്കിലും വേറെ പുള്ളി ഒരുപാട് സ്റ്റേജ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അത്രയും ലൈവ് സ്റ്റേജിൽ എന്താണ് വർക്കാവുന്നുള്ളത് നമ്മളെക്കാട്ടിൽ ലൈവ് കണ്ടിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ ഇക്കന്റെ അടുത്ത് പോയിട്ട് ഇക്ക ഒരു സാധനം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് സാധനം ചിലപ്പോൾ നമുക്ക് തരാനുണ്ടാവും. എടാ ഇതിന് ഇങ്ങനെ ഒരു സാധനം കൂടെ കൊടുത്താൽ നന്നാവും, ഇത് ഇച്ചിരി സ്ലോ ആക്കിയാൽ നന്നാവും എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്.
നമ്മൾ അഭിനയം യൂസ് ചെയ്യാന്നുള്ളത് അത് ഭയങ്കര സാധനമാണ്. അപ്പൊ അത് അങ്ങനെയാണ് സിനിമ ഇമ്പ്രൂവ് ആവേണ്ടത്. ഈവൻ ഷറഫൊക്കെ ആണെങ്കിൽ പോലും ടൈമിംഗ് ഉള്ളതാണ്. അപ്പൊ ടൈമിംഗ് ഒരു ആർട്ടിസ്റ്റ് എടുത്ത് നമ്മൾ ഒരു സീൻ സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ അവർ ഡബിൽ ഇടാനുള്ള ഒരു സ്പേസ് കൂടെ ചിലപ്പോൾ വെക്കുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ആക്ഷനോടെ ചെയ്തിടും. ആ ഡബിൽ അവർക്ക് അതിനോട് എന്തൊരു ഇടാൻ ചിലപ്പോൾ അന്നേരം കിട്ടുന്നുണ്ടാവില്ല, ഇടാൻ സ്പേസ് ഉണ്ടോ. അപ്പോൾ നമ്മുടെ മീറ്ററിൽ നിന്ന് മാറാതെ ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളതിലാണ് ഈ പറയുന്ന എക്സ്ട്രാ കൈയ്യടി നമ്മൾ കിട്ടുന്നത്. അങ്ങനെ ചെയ്യാനാണല്ലോ സിനിമ. നമ്മൾ എഴുതി വെക്കുന്ന അതേപോലെ ഷൂട്ട് ചെയ്യാനാണ്. നമുക്കൊരു ക്യാമറമാനെ വിളിച്ച് ഷൂട്ട് ചെയ്താൽ പോരെ. അതിലൊരു ഡയറക്ടറുടെ വിഷൻ വന്നു, അതിലൊരു ആർട്ടിസ്റ്റിന്റെ പെർഫോമൻസ് വന്ന് മാറുമ്പോഴാണല്ലോ ഒരു സിനിമ രൂപപ്പെടുന്നത്. എനിക്കിതില് കാസ്റ്റിംഗിന്റെ കാര്യം പറയുമ്പോൾ ഈ അസീസിക്ക ആവട്ടെ അല്ലെങ്കിൽ ജഗദീഷ് ചേട്ടനാവട്ടെ, ഇവരൊക്കെ ഇവരുടേതായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമാണ്. ജഗദീഷ് ചേട്ടനെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള അവതാറിലൊക്കെയാണ് പുള്ളി വന്നുകൊണ്ടിരിക്കുന്നത്. അസീസിക്ക അതുപോലെ തന്നെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള വേഷങ്ങൾ മാറുന്നുണ്ട്. അവരാണ് നിങ്ങൾ ഹ്യൂമറിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ലൈക്ക് ഓഡിയൻസിന് ഓക്കെ ഇവർ അങ്ങോട്ടേക്ക് നീങ്ങുകയാണോ എന്ന് തോന്നുന്നെടുത്ത് നിങ്ങൾ വലിച്ച് തിരിച്ച് ഹ്യൂമറിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ ആസ് എൻ ഓഡിയൻസ് പറയാം കേട്ടോ. ആസ് എൻ ഓഡിയൻസ് എന്ന രീതി ഞാൻ പറയാം. അവർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഓക്കെ അവര് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ തുടങ്ങിയത് ഇതിലാണ്, അപ്പൊ അവരെ വീണ്ടും ഈ ട്രാക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഇറ്റ് വാസ് നൈസ്. ആ ഒരു കാസ്റ്റിംഗ് ചിന്താഗതി അത് ഇപ്പൊ ജഗദീഷന്റെ കാസ്റ്റിംഗ് വെരി ഫസ്റ്റ് ഫിക്സ് ആയ സാധനമാണ്. ഷറഫിനും മുന്നേ ജഗദീഷൊക്കെ ഫിക്സ് ആയതാണ്. ഞങ്ങൾ വിഷ്ണു ചേട്ടന്റെ അടുത്ത് പറഞ്ഞപ്പോഴും വിഷ്ണു ചേട്ടനും ഓക്കെയാണ്, പ്രൊഡക്ഷന്റെ അടുത്ത് പറഞ്ഞപ്പോഴും നമുക്ക് ജഗദീഷ് ചേട്ടൻ വേണം. അപ്പൊ എന്നിട്ട് നമുക്ക് ഹീറോയുടെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ അങ്ങനെ വന്നാലും നമുക്ക് ജഗദീഷ് ചേട്ടൻ വേണം. പിന്നെ നമ്മൾക്ക് ഹീറോ ഫിക്സ് ആവും. പിന്നെ ഹീറോയ്ക്ക് അനുസരിച്ചുള്ള ചിറ്റപ്പനെ വേണം. ഇവർക്ക് രണ്ടുപേർക്കും മാച്ച് ആവുന്ന ഒരു ചിറ്റപ്പനെ വേണം. അതിന്റെ ഓപ്ഷൻസിൽ നിന്ന് 2-3 ഓപ്ഷനേ ഉള്ളത്. അതിൽ നിന്ന് നമ്മൾ അസീസിക്കാന്ന് ഫിക്സ് ചെയ്യും. അപ്പൊ അവര് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റാണ്. അത് കോമഡി ആയിക്കോട്ടെ, ഇമോഷൻ ആയിക്കോട്ടെ. അസീസ് നെടുമങ്ങാടും ജഗദീഷും എന്ന് പറയുന്ന 2 വ്യക്തികൾ മലയാള സിനിമയിൽ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന 2 പേരാണ്. അപ്പൊ പിന്നെ നമുക്ക് അവർ എന്ത് സ്പേസിലിടാം. അവർക്ക് ഇതിനകത്ത് കോമഡി മാത്രമല്ലോ, അപ്പൊ എല്ലാ ഇമോഷൻസും രണ്ടുപേരും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവരെ അതിലേക്ക് ഇടുന്നത്. അല്ലാതെ കോമഡി ചെയ്തവരെ തിരിച്ചു കൊണ്ടുവരാമെന്നൊരു ചിന്ത സത്യത്തിലില്ല. കാരണം ഇവർക്ക് എല്ലാ ഇമോഷൻസും ഉള്ളത് കൊണ്ട് അങ്ങനെ പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ സേഫ് ആണല്ലോ. അത്രയും ഹ്യൂമർ ചെയ്യുന്ന ശീലികൾ 2 പേരായതുകൊണ്ട് നമ്മൾ സേഫ് ആണ്. അല്ല, നമ്മുടെ കഥാപരമായിട്ട് നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ആൾക്കാർക്ക് ഇഷ്ടവും വേണം, സെയിം ടൈം ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യണ്ടേ. നമുക്ക് അങ്ങനെയാണല്ലോ ഇതിന്റെ കഥ പോകുന്നത്. അപ്പോ പിന്നെ ബേസിക്കലി കാസ്റ്റിംഗ് നോക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ഷറഫ് ഖാനെ എത്രത്തോളം കണ്ടുകൊണ്ടിരിക്കുന്ന ഇവരെയും അത്രത്തോളം കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ആളുകൾക്ക് ഇഷ്ടമുള്ള ആർട്ടിസ്റ്റുകൾ വന്നാലേ ഇത് മുന്നോട്ട് പോകും. അപ്പൊ ഈ ബേസിക്കലി ഇവരോട് 2 പേരോടും ആർക്കും വിരോധം ഇല്ലെന്നാണ് വിശ്വാസം. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു കാസ്റ്റിംഗ് പോയത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനിത് മാറ്റിവെച്ചത് കല്യാണിക്ക് വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ കല്യാണിയുടെ പേര് നമ്മൾ ആദ്യം എഴുതിയത് റംബാന്റെ നായിക അല്ലെങ്കിൽ ആ പടത്തിൽ വരുമെന്നുള്ളത്. പക്ഷെ അതിൽ നിന്ന് മാറി ഇതിലേക്ക് വരുമ്പോഴേക്കും സത്യം പറഞ്ഞാൽ ഓക്കെ ഒരു ആർട്ടിസ്റ്റിനെ ട്രൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്ക് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. ബട്ട് പടം കഴിഞ്ഞപ്പോഴേക്കും ഷീ സ്റ്റോൾ ദ ഷോ. ഭയങ്കര രസമുണ്ടായിരുന്നു. അതിലേക്ക് നിങ്ങൾ ഫിക്സ് ചെയ്യണമല്ലോ. ഓക്കെ കല്യാണി വരാം എന്നുള്ള രീതിയിലേക്ക് ഫിക്സ് ചെയ്യുക. അത് ഈ ബന്ധങ്ങൾ കൊണ്ടാണോ അല്ലെങ്കിൽ ഓഡിഷൻ ചെയ്യിപ്പിച്ചിട്ടാണോ അല്ലെങ്കിൽ ആ കാസ്റ്റിംഗിലേക്ക് എങ്ങനെയാണ്? അല്ല, കല്യാണിക്ക് മുമ്പ് നമ്മൾ വേറെ ഓപ്ഷൻസ് അതായത് മെയിൻ സ്ട്രീം ആർട്ടിസ്റ്റുകളെ നമ്മൾ നോക്കിയിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, കഥ പറഞ്ഞിട്ടുണ്ട്. ചില ഡേറ്റ് ക്ലാഷ് കൊണ്ടും ചില പ്രശ്നങ്ങൾ കൊണ്ടും അത് നടക്കാതെ വരുന്ന ഒരു സമയത്ത് പുതിയൊരാളെ വെക്കാം എന്നുള്ളതാണ് ഫസ്റ്റ് തീരുമാനം. കല്യാണി വെക്കാൻ തന്നെ പുതിയൊരാളെ ഓഡീഷൻ ചെയ്യാം. അപ്പൊ നമ്മൾ ആക്ച്വലി സെക്കൻഡ് ഹീറോയിൻ ഓഡീഷൻ വെച്ചിട്ടുണ്ട്. ഈ അനുസരയ എന്ന് പറയുന്ന കുട്ടി ചെയ്ത കല്യാണിയുടെ അനിയത്തി ചെയ്ത കുട്ടി ഓഡീഷൻ വഴി എടുത്താണ്. അപ്പൊ അവിടെ വരുന്ന കുട്ടികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാം എന്ന് വെച്ച് നമ്മൾ ഓഡീഷൻ ചെയ്തു. പക്ഷെ നമുക്ക് നായിക ലെവലിൽ കിട്ടാവുന്ന ആരെയും നമ്മൾക്ക് അങ്ങനെ വന്നില്ല. അപ്പൊ പിന്നെ ഒരു ഓപ്ഷൻസ് ആരാണ് ഇനി എന്തെങ്കിലും അങ്ങനെ എടുക്കാൻ പറ്റുന്ന വെച്ചാൽ കല്യാണിയുടെ കാര്യത്തിലാണെങ്കിൽ കല്യാണി ഇവൻ മദനമനോഹര സമയത്താണെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അവൾ അഭിനയിക്കുന്നുണ്ടോ ചോദിച്ചപ്പോ ഇല്ല പഠിക്കാൻ പോവാണെന്ന് പറഞ്ഞു. ബിബിന്റെ ജിമ്മേറ്റ് ആണ് കല്യാണി. അപ്പൊ കല്യാണി എന്ന് വിളിച്ചു നോക്കാം പറഞ്ഞു. ഫ്ലാറ്റിലേക്ക് വന്നു, ഓഡീഷൻ കൊടുത്തു. ഏറ്റവും ടഫായിട്ടുള്ള 3 പേജുള്ള സീൻസ് ആണ് ചെയ്യിപ്പിച്ചത്. ഇപ്പൊ സിനിമയിൽ ട്രിപ്പായെങ്കിലും വലിയ സീൻസ് ആണ് നമ്മൾ ചെയ്യിച്ചത്. അതിൽ നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. പിന്നെയും ചെയ്യിപ്പിച്ചു. നമ്മൾ കണ്ടിട്ട് ഇനി അത് അങ്ങനെ ഒന്നുകൂടെ ഒക്കെ ആയിരിക്കും. നമ്മൾ വേറെ ആൾക്കാരെ കാണിച്ചു നോക്കി. എന്നുവെച്ചാൽ നമ്മുടെ മാത്രം ജഡ്ജ്മെന്റ് പോരല്ലോ. അപ്പൊ ഓഡിയൻസ് എങ്ങനെയാണ് ഇഷ്ടം, വേറെ ആളെ ഈ ഷൂട്ട് ചെയ്ത വിഷ്വൽ കാണിച്ചു, അവർക്ക് ഓക്കെയാണ്, ഇത് വർക്ക് ആവുന്നുണ്ട് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിന്നാണ് കല്യാണിയിലേക്ക് വന്നത്. കല്യാണി മാത്രമേ ഉള്ളൂ. പിന്നെ കല്യാണിക്ക് ഒരു ഫാദർ സിനിമയിൽ ആവശ്യമുണ്ടായിരുന്നു. വേറെ ആർട്ടിസ്റ്റിനാണ് വെച്ചിരുന്നത്. അത് ഈ പറഞ്ഞതിന്റെ കൂട്ട് നമുക്കൊരു കൺവിൻസിങ് അല്ലായിരുന്നു. അയാളെ വെച്ചെങ്കിലും അത് മതിയോ എന്ന് പറയുന്ന സമയത്ത് ഷൂട്ട് 2 ദിവസം മുന്നെയാണ്. 2 ദിവസം മുന്നെയാണ് സായിച്ചേട്ടനെ ഓപ്ഷനിലേക്ക് പോകുന്നത്. ഭാഗ്യത്തിന് പുള്ളിക്ക് ഷൂട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ കഥ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പുള്ളിക്ക് അറിയായിരുന്നു. അപ്പൊ അങ്ങനെ പിന്നെ വീണ്ടും ഞാനും ജയും കൂടി പോയിട്ട് ഫ്ലാറ്റിലിരുന്ന് വീണ്ടും സായിച്ചന്റെ സാധനം വേറെ പറഞ്ഞു. പുള്ളി ഒരുപാട് ചിരിച്ചു. പുള്ളിക്ക് മനസ്സിലായി. പുള്ളിക്ക്
എനിക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോ തോന്നിയ സമയത്താണ് ഇതിലെ കഥാപാത്രം ഒരു ഡയലോഗ് പറയും, നീ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചത്. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോ പാവം മനുഷ്യൻ എന്തൊക്കെ പോണെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങളൊരു ക്യാരക്ടറിനെ കൊണ്ടത് പറയിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇതാണ് ആലോചിച്ചത്. അതെന്താ പറയുക, ഇത് ആക്ച്വലി ആൾക്കാരെല്ലാം കണ്ടു കഴിഞ്ഞ സാധനമാണ്. ചില സമയത്ത് നമ്മൾ ചില ടെക്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് ആളുകൾ വീണ്ടും റീകളക്ട് ചെയ്തിരിക്കുമെന്ന് നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു ചെറിയ പൊടി വിദ്യകളൊക്കെയാണ് തിരക്കഥയില്. അല്ല, ഇപ്പൊ നമ്മളും കമ്പനി അടിച്ച് സംസാരിക്കാൻ പറയല്ലേ, നീ വലിയ ആളല്ലേ, നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഞങ്ങൾ അത് എവിടെയൊക്കെ ചിരി, അതെല്ലാം ഭയങ്കര ചിരി കിട്ടിയ സ്ഥലം. ഞാൻ പറയാം, കഥ ഉണ്ടായതിനു ശേഷം പിന്നെ ചിരിക്കു വേണ്ടി എന്തുണ്ടാക്കും, സീക്വൻസ് ഉണ്ടാക്കും എന്നുള്ളതാണ്. ഈ കഥനെ ഈ മൊമെന്റിൽ എന്ത് പ്ലേസ് ചെയ്യാം എന്നുള്ള സാധനത്തിൽ നിന്നാണ് ഇതിനെ വീണ്ടും ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. എനിക്കിതില് സഹിക്കുമാരേണ്ട വെള്ളമായിട്ടാണ് തോന്നിയത്. നിങ്ങൾ എവിടെ ഒഴിച്ചാലും നിന്നോളും. നല്ലൊരു ക്യാരക്ടറൈസേഷൻ. നിങ്ങളുടെ ഫ്യൂച്ചർ പരിപാടി മനുഷ്യൻ അങ്ങനെയാണല്ലോ, ദേഷ്യം വരും. എന്നാൽ അടുത്തൊരു മൊമെന്റിൽ എന്നുവെച്ചാൽ ആരോടെ ദേഷ്യം ഏറ്റവും വേണ്ടപ്പെട്ടവരോട്, അടുത്ത മൊമെന്റിൽ അത് മാറാം. ചെറിയ എന്നോടൊന്ന് പറയാറുന്നില്ലേ എന്ന് ചോദിക്കുന്ന സാധനത്തിലാണ് ദേഷ്യം വരുന്നത്. അടുത്ത മൊമെന്റിൽ അത് മാറി സന്തോഷമാവും. എന്നാൽ സന്തോഷത്തിന്റെ അവസാനം അവൻ ചെയ്യുകൊണ്ട് ഇനി എന്നെ നീ പറ്റിച്ച എന്ന് പറയുന്ന ഒരു ബേസിക് ഹ്യൂമൻ സാധനമാണ്. അതാ ഞാൻ പറയുന്നത്, ബേസിക് ഹ്യൂമൻ സാധനമാണ്. നമ്മള് സിനിമയിലേക്കാരൊക്കെ അയാൾ എന്തിനാ അങ്ങനെ, നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. നമുക്ക് സന്തോഷം വരും, രാവിലെ നമ്മൾ അമ്മേനോട് പണങ്ങും, വൈകിട്ട് വീണ്ടും അമ്മേനെ കെട്ടിപ്പിടിച്ചെല്ലാം ഉറങ്ങുന്നത് എന്ന് പറയുന്ന പോലാണ്. ഈ അത് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ ഇപ്പൊ ഞാനും ഇവനും ഇരുന്ന് സംസാരിക്കും വൈകുന്നേരങ്ങളിൽ, ഒരുപാട് ഫോൺ ചെയ്യുമല്ലോ ഇപ്പോഴും. അപ്പൊ നമ്മള് ചിന്തിക്കും, നമ്മൾ പിടിച്ച റിവ്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അതായത് സാധാരണ ആൾക്കാർ റിവ്യൂ ഇടുന്നു, നമുക്കിപ്പോ ഭയങ്കരമായിട്ട് ഫോൺ കോൾസ് ഒന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാത്ത ആൾക്കാര് മറ്റേ ഇൻബോക്സിൽ വന്ന് ഇങ്ങനെ മെസ്സേജുകൾ വരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരുപാട്. അപ്പൊ ഞാൻ പറഞ്ഞത്, കുറെ ആൾക്കാരുടെ റിവ്യൂവിൽ കൃത്യമായിട്ട് നമ്മൾ പിടിച്ച പെർസ്പെക്റ്റീവ് കിട്ടിയിട്ടുണ്ട്. ഈ സിനിമയിൽ ആരും അങ്ങനെ വിഷങ്ങളല്ല എന്നുള്ളൊരു ഇത് എല്ലാവർക്കും ഇപ്പൊ നേരത്തെ ചെയ് പറഞ്ഞ പോലെ ഒരു പോയിന്റിലുള്ള പിണക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളൂ. ഇവർക്ക് ആർക്കും ഒരാളെ തോൽപ്പിച്ച് ജയിക്കൊന്നും വേണ്ട. അതന്നെയാ സിനിമയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഓഡിയൻസിനോട് പറയുന്നത്, വില്ലൻ ഇല്ലാത്തൊരു മലയാള സിനിമ, എനിക്ക് ചിരിച്ചാസ്വദിക്കാവുന്ന ഒരു മലയാള സിനിമ, അത് കാണാൻ മധുവിധ കാണാൻ തിയേറ്ററിലേക്ക് വരിക. ഒരു പടം അല്ലേ? ശരിയാ, അത് കുറെ നാളെ ചേട്ടൻ പറഞ്ഞോട്ടെ, എതിരെ നിൽക്കുന്നതിന്റെ ഉള്ളറിഞ്ഞ തീരാത്ത പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. അത് നമ്മൾ തമാശക്കും ട്രോളിനും ഒക്കെ ആ സാധനം പറയുമെങ്കിലും അതൊരു ഭയങ്കര സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മൾ സമ്മതിച്ചു. ഇതില് ഒരാളെയും കൂടി പറയേണ്ടി വരില്ലേ, നമ്മുടെ സഞ്ജു. അപ്പൊ സഞ്ജുവും നമുക്ക് ഇതുപോലെ ഭയങ്കര റാപ്പ ഭയങ്കരമായിരുന്നു ആർട്ടിസ്റ്റുകളായിട്ട്. അവനെ ചോദിച്ചു, നിങ്ങള് പടം ചെയ്യുകയാണെങ്കിൽ സഞ്ജു ഫ്രീ അല്ല, അത് നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പൊ അവസരങ്ങൾ കൊടുക്കുക നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്. അല്ല, ഇത് കട്ട് ചെയ്താൽ മതി, അവനെ വല്ലാണ്ട് പറയണ്ട. ഫ്യൂച്ചർ പരിപാടികൾ നടക്കുന്നുണ്ട്, പോസിറ്റീവ് ആണ്. നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഇതുണ്ടല്ലേ, ലൈക് പിച്ച് ചെയ്യാൻ ഫ്രം ദ സ്റ്റാർട്ട് ഒരു അല്ല, അതെപ്പോഴും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ചില സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ല. അതങ്ങനെ എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ പോസിറ്റീവ് ആണ്. നല്ല നമുക്ക് എല്ലാ ഡയറക്ടേഴ്സും നമ്മളെ അറിയാം, നമ്മളുടെ മൂഡ് അറിയാം, നമ്മൾ കഥ പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറാണ്. അപ്പൊ പിന്നെ നമ്മൾ നല്ല കഥ പോയി പറയാനുള്ളതാണ്. ഒരാൾ അവസരം തരുന്നു എന്ന് പറഞ്ഞു പോയി എന്തും പോയി തള്ളുക അങ്ങനെയില്ല. നമ്മൾക്ക് 101%, 100% 101% കോൺഫിഡന്റ് ഉള്ള സബ്ജക്റ്റുകളുമായി നമുക്ക് അറിയാവുന്ന ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുക. അങ്ങനെയല്ല. ബേസിക്കലി ഞാനും ഇവനും എല്ലാം സലാറും KGF കണ്ട് ഞാൻ പറഞ്ഞ അത്രയും മാസ് ഫാൻസ് ആണ്. ഞാനാണ് ഭയങ്കരമായ ആക്ഷൻ പടത്തിന്റെ ആളാണ്. ഇവൻ ഈ 6 പാക്ക് ഉണ്ടെന്നല്ല, ഇവൻ കോമഡി നന്നായി പറയുന്നത്. അല്ല, ഞാൻ പറഞ്ഞേ, ഓരോരുത്തരും ഇപ്പൊ ചിന്തിക്കും ഇതിനകത്തെ മറ്റേ മാസ് പാട്ട് ബിബിയുടെ ആണോ, കോമഡി പാട്ട് അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം കാണാൻ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ ഇതെല്ലാം എഴുതിയിട്ടുള്ളവരാണ്. നടന്നത് ഇതായെന്നാണ് എന്നെ സംബന്ധിച്ചോളം. നടന്നത് 3 കോമഡി പടമാണെന്നേ ഉള്ളൂ. ഞാൻ എഴുതുന്നതും ഞാൻ ഏറ്റവും എഴുതാൻ ഇഷ്ടപ്പെടുന്നതും ഏറ്റവും എനിക്ക് കാണാൻ ഇഷ്ടമുള്ള പടം ആക്ഷൻ പടമാണ്. ഹ്യൂമർ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പൊ ഞങ്ങൾ നടക്കാണ്ട് പോയ 2 സിനിമകളും മാസ് സിനിമകളായിരുന്നു. നടക്കാതെ പോയ അതിന് നടക്കുന്നൊന്നും അറിയില്ല. ഓരോ സിനിമയ്ക്ക് ഓരോ വിധി ഉണ്ടല്ലോ, നോക്കാം. പക്ഷെ അത് 2ഉം മാസായിരുന്നു. എഴുതിയിൽ ഒരെണ്ണം അത് നടക്കും, അത് അടുത്ത പരിപാടിയായിട്ട് വരുമായിരിക്കും. പക്ഷെ പിന്നെ ഈ സിനിമയാണ്, അപ്പൊ അത് ഹ്യൂമറാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ജോണറിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കിട്ടുന്ന അവസരമാണ് വലുത്. ഇപ്പൊ മുമ്പിലിരിക്കുന്ന ഡയറക്ടറും മനസ്സിലാവുന്ന ഒരു സിനിമ വന്നാൽ അത് മുന്നോട്ട് പോകുന്നു വിചാരിക്കണം. ഒരൊറ്റ കാര്യം കൂടെ വെച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാം. റിവ്യൂവേഴ്സിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? റിവ്യൂവർ എന്നുള്ളതൊരു തൊഴിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളുടെ മറ്റു ജോലികൾ ചെയ്യുന്നതിനിടയിലുള്ള, ഇപ്പൊ ഞാനൊരു റിവ്യൂറാണ്, ഇവനൊരു എന്താണ് റിവ്യൂവർ? നമ്മളൊരു സാധനം കണ്ടു അതിനെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. അതൊരു തൊഴിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അതൊരു പ്രശ്നമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ
അപ്പൊ നമ്മൾക്ക് എന്താണ് പറയുക, അപ്പൊ ക്ലിക്ക് ബൈറ്റുകൾ ഉണ്ടാക്കേണ്ടി വരും. Okay. അത് ജെന്യൂനിറ്റിയെ ബാധിക്കും. ശരി. ഇപ്പൊ എനിക്കൊരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയാം, ഇവനൊരു സിനിമ, കാരണം വേറൊരാൾ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനെ കുറിച്ച് അഭിപ്രായം പറയാന്നുള്ളതാണ് ഈ റിവ്യൂവിന്റെ ജോലി. അതൊരു മൊബൈലാവാം, അതൊരു സിനിമയാവാം, അതൊരു വേറൊരു കൺസ്യൂമർ സാധനം എന്തുമാവാം. അപ്പൊ അതൊരു തൊഴിലാകുമ്പോൾ അതിൽ നിന്ന് അവർ റവന്യൂ പ്രതീക്ഷിക്കുമ്പോൾ, അല്ല അത് ചെയ്യേണ്ടി വരുമ്പോൾ ഒരുപാട് ഈ പറയുന്ന ഏറ്റക്കുറച്ചിലുകളും ജെന്യൂനിറ്റികളും മാറ്റി മറിച്ചും ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ റിവ്യൂ ചെയ്യുന്നതിനോടൊന്നും ഒരു ഇതിരില്ല. എല്ലാവർക്കും ഞാൻ റിവ്യൂ പറഞ്ഞിട്ടുണ്ട്, റിവ്യൂ പറയാറുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ സിനിമ കളിക്കുമ്പോഴാണ് ഭരതനാട്യം കളിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഒരാഴ്ച മുന്നെയാണ് അത് ഇറങ്ങിയത്. പക്ഷെ അത് ഞങ്ങൾ രണ്ടും അതിന് ഏറ്റവും നല്ല പോസിറ്റീവ് റിവ്യൂ പറയുന്നതാണ്. ഇപ്പം കൃഷ്ണദാസ് മുരളി ഞങ്ങളുടെ പണം കണ്ടിട്ട് ഏറ്റവും നല്ല റിവ്യൂ പറയുന്ന ഒരാളാണ്. അപ്പൊ ബേസിക്കലി ഞാൻ ഭരതനാട്യം കണ്ട ഉടനെ തന്നെ വിനയ് ഫോർട്ടിനെ വിളിച്ച് ചേട്ടാ അന്ന് നമ്മൾ അങ്ങനെ സംസാരിക്കാൻ അതാണ് റിവ്യൂ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സാധനമല്ല. റിവ്യൂ എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് അപ്രോച്ചോടെ കാണേണ്ട ഒരു സാധനമാണ്. അപ്പം നിങ്ങൾ സാധനം ചെയ്തത് ശരിയായില്ലെങ്കിൽ ഒരു പോസിറ്റീവ് അപ്രോച്ച് കൂടി തന്നെ പറയാം, ഇത് ശരിയായിട്ടില്ല, നിങ്ങളത് മോശമായിരുന്നു. അത് തൊഴിലാക്കാതിരുന്നാൽ മതി. ഇപ്പൊ അജയേട്ടൻ ഈ പടം കണ്ടിട്ട് ചിരിച്ച് എന്നോട് ചേട്ടാ നിങ്ങൾ എന്തോടെ ചെയ്തു വെച്ചിരിക്കുന്നത്, ഞാൻ ചിരിച്ച് നിന്റെ ഇതൊക്കെ ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അതായത് പുള്ളി മാസിന്റെ ആളാണ്, പക്ഷെ പുള്ളി ചിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന ജയവാസയല്ല, പുള്ളി ഇരുന്ന് ചിരിക്കും. അപ്പൊ ഇപ്പൊ ഈ മോഹിനിയാട്ടത്തിനെ കണ്ടപ്പോ ഞാൻ വലിയ റിവ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിന് അങ്ങനത്തെ ഒരു എനിക്കിഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമ കാണട്ടെ ആൾക്കാര്. ഇപ്പൊ മോഹിനിയാട്ടം കണ്ട ഓഡിയൻസ് തന്നെയാണ് അതും ഇതും കാണുന്നത്. പാട്രിയോട്ടിന് വെയിറ്റ് ചെയ്യാണ്. നമ്മള് അതിന്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ. നമുക്ക് ലാലേട്ടനും ഫഹദും എല്ലാവരും വരുന്നു, ചാക്കോച്ചനും എല്ലാവരും വരുവാണ്. വലിയ സിനിമ, മാഷേട്ടന്റെ സിനിമ, ആൻഡോ ചേട്ടന്റെ സിനിമ, അവിടെ നമ്മളും ഉണ്ട് ഒപ്പം. എനിക്കത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മളും തിയേറ്ററിലുണ്ട്. ലാലേട്ടനും നമുക്ക് ഒരുമിച്ചിരുന്ന ഒരു പടം കാത്തിരിക്കുന്ന സാധാ ഓഡിയനാണ് ഞാൻ. അപ്പൊ അത് നമ്മളുടെ സംബന്ധിച്ചുള്ള അതിൽ നമുക്കില്ല. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മത്സര ബുദ്ധിയോ സാധനങ്ങളോ ഒന്നും ഇല്ലാത്തില്ല. ഒരു പോസിറ്റീവ് അപ്രോച്ച് ആയിട്ട് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്, ഞങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളെ കുറിച്ച് റിവ്യൂ ചെയ്യാണ്ടിരിക്കുക. ഇപ്പൊ ഇന്റർസ്റ്റെല്ലർ ഫസ്റ്റ് കാണുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. എന്ത് പറയാനാ? ഞാൻ ഒരു എന്റെ ഫ്രണ്ട് ഉണ്ട് സൂരജ്, അവനെ വിളിച്ച് ചോദിച്ചാടാ എന്താ ഇംഗ്ലീഷ് അറിയണ്ടല്ല, എനിക്ക് ആ പരിപാടി അന്നത്തെ കാലത്ത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അവനെ വിളിച്ചു, ഇതിലെന്താ സംഭവിച്ചേ? അവൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അതിന്റെ പരിപാടി. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന്റെ റിവ്യൂ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇടേണ്ടി വരും. അതിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, ഞാനത് എനിക്ക് രാംദാസിലായിരുന്നു തൃശ്ശൂര്. ഈ പടം കണ്ടിട്ട് എനിക്ക് ലാംഗ്വേജ് പ്രശ്നമല്ല, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നടക്കണേ ഇതിന്റെ ഉള്ളില്? അവൻ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അങ്ങോട്ട് ഇതൊക്കെ നടക്കുന്നുണ്ട്. എന്റെ അപ്പുറത്തിരിക്കുന്നവരൊക്കെ പടം കഴിയുമ്പോൾ കൈയടിക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് ആ സിനിമ മോശമല്ലല്ലോ, അത് കിടിലം പടം. രണ്ടാമത് കണ്ടുന്നിട്ട് ഞാൻ ഈ സൂരജനോട് വിളിച്ചിട്ട്, അവൻ ഹൈദരാബാദില, അവൻ 2 ഡിഗ്രി ഒക്കെ ഒരുമിച്ചെടുക്കുന്ന ആളാ, മറ്റേ എന്തോ അങ്ങനത്തെ കോഴ്സൊക്കെ പഠിക്കുന്ന ആളാ. അവനോട് വിളിച്ചിട്ട് മോനെ ഇതെന്തുട്ട് സംഭവം? അപ്പൊ അവനെല്ലാം പറഞ്ഞു, ചേട്ടാ ഇതൊക്കെയാണ്. ഓക്കെ, എന്നിട്ട് അതിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ പോയിട്ട് പിന്നെ ഘോരം റിവ്യൂ എഴുതിയിട്ടാല് കണ്ണാടി നോക്കിയിട്ട് നീ ആരാടാന്ന് കേൾക്കേണ്ടി വരും. ഇപ്പം അത് വെച്ച് കാണിച്ചത് പള്ളിച്ചട്ടമ്പിയിൽ ഒരു ഷോട്ട് മോക്കോ ബോട്ടിൽ എടുത്താന്നൊരു റിവ്യൂവർ പറഞ്ഞു. ടീച്ചർ പറഞ്ഞു അത് ബോട്ടൊന്നും അല്ല, അത് അറിയാത്തതിനെ പറ്റി സംസാരിക്കാതിരിക്കുക എന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു തൊഴിലാവുമ്പോ എന്തെങ്കിലുമൊക്കെ വാക്കുകളും സാധനങ്ങളും പുതിയ സാധനങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആരും കുറ്റമല്ല, അവരുടെ ചെയ്തോട്ടെ, ഒരു കുഴപ്പമില്ല, സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങള് ജനങ്ങളുടെ ഇടയിലേക്ക് പോവാണ്, നേരിട്ടറിയാം, അത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് റിവ്യൂ എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം, നന്ദി. അത് തിയേറ്ററിൽ ഗംഭീരമായിട്ട് ഓടുന്നു, അത് കണ്ടിന്യൂ ചെയ്യട്ടെ, ചിരി വളരട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.